സത്യം പറഞ്ഞ ഭയങ്കര തമാശ തോന്നും. നമ്മള് എമ്പുരാൻ വിവാദം അതൊരു പക്ക ഹോളിവുഡ് സ്റ്റൈലിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു കച്ചവട സിനിമയാണ്. അതിന്റെ എല്ലാ ഡീറ്റെയിൽസും അങ്ങനെ തന്നെയാണ് നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടത്. ആ ഒരു ആർട്ട് ഫിലിം എന്നുള്ള രീതിയിലൊന്നും നമ്മളതിനെ കാണേണ്ട കാര്യമില്ല. ഒരു കമേഴ്ഷ്യൽ സിനിമ, ഒരു ജെയിംസ് ബോണ്ട് സ്റ്റൈല്, അതുപോലെ ലോകത്തിലുണ്ടായിട്ടുള്ള കച്ചവട ഈ വാർ ഫിലിമുകളും ഒക്കെ ചേർന്ന് വരുന്ന ഒരു ലോജിക് ഉണ്ടല്ലോ. ഇപ്പൊ ഇവിടെ തന്നെ കുറെ വന്നിട്ട് വിക്രം വന്നിട്ടുണ്ട് ഇയാളുടെ. ഈ പറഞ്ഞ തോക്കെടുത്തിട്ട് ഫൈറ്റ് ചെയ്യുന്നതും നായകൻ വന്നിട്ട് പിന്നെ മുണ്ടെടുത്ത് വന്ന് കൊറോണത്തിൽ അടിച്ചു കൊല്ലലും ഒക്കെ സംഭവിക്കുന്നുണ്ട്. ലോജിക്കിനെ കുറിച്ച് നമ്മൾ ആലോചിക്കരുത്, ലോജിക്ക് ഇല്ല. പിന്നെ ജസ്റ്റ് ഒരു എന്റർടൈൻമെന്റ്, ഒരു കാർട്ടൂൺ ഫിലിം കാണുന്ന പോലെയൊക്കെ കാണാൻ വേണമെങ്കിൽ. കാർട്ടൂണൊക്കെ നമ്മൾ കുട്ടികൾ ഇല്ല ഇങ്ങോട്ട് ബട്ടൺ അമർത്തിയിട്ട് എങ്ങനെ അല്ലേ, എന്താ ഈ ബട്ടൺ അമർത്തിയിട്ട് ഇങ്ങനെ ഇങ്ങനെ കൊല്ലുന്നു. വെട്ടായിട്ട് മരിച്ച് വീണ് കിടക്കുന്ന 100 പേരുണ്ടെങ്കിലും പോലീസ് വരുമ്പോൾ ചിലപ്പോൾ ആരും കാണില്ല. പോലീസ് വരുമ്പോൾ അവരൊക്കെ റിമൂവ് ചെയ്തെന്ന് പറയണേ. ഹെലികോപ്റ്ററും മറ്റൊക്കെ സംവിധാനമല്ലേ. ഒയ്യോ, എല്ലാവരെയും ഒറ്റ സെക്കൻഡിൽ റിമൂവ് ചെയ്യാം. അപ്പൊ ഈ മുണ്ട് കൊടുത്തപ്പോ നല്ല ഷെഡിക്ക് ബലുണ്ട്, ഷെഡിയൊക്കെ നല്ല പേരുണ്ട്. എന്നാലും ഇത്ര പേര് ഫൈറ്റ് ചെയ്ത് കിടുമ്പോഴേ ബ്രൂസ്ലി ഫൈറ്റ് ചെയ്യുന്നത് നല്ലല്ലോ. അത് ആലോചിക്കുമ്പോ വിറ്റാണ്. ലൂസിഫറിലുണ്ട് ഇങ്ങനെ. അപ്പൊ ആ ഫൈറ്റ് ചെയ്ത് കിടക്കുന്നു. ആ ഫൈറ്റ് ചെയ്ത് കിടന്നിട്ട് പിന്നീട് നോക്കുമ്പോൾ പോലീസും കയറിയുമ്പോൾ ആരുമില്ല. നമ്മുടെ നിയമസംഹിതകളൊക്കെ കയ്യിൽ നിന്ന് പോകും. കാരണം വെച്ചാൽ ഇത്രയും പേരെ കൊന്നിട്ട് ഒരു നിയമമില്ല, ഒന്നുമില്ല. ഇത് ഒരു വെർച്വൽ റിയാലിറ്റിയിലുള്ള നിയമവും കോടതിയും അങ്ങനെ കണ്ടാൽ മതി. റിയൽ ലൈഫിൽ ഇതൊന്നല്ലോ. ഒരാളെ കൊന്നതിന്റെ കേസ് തെളിയിക്കാൻ ഇവിടെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് കണ്ട് നടക്കുക. അപ്പൊ നമ്മൾ കണ്ടത് ഈ റിയൽ എന്ന് പറയുന്ന കുറേ സിനിമകൾ ഇങ്ങനെ വന്നു പോകുന്നുണ്ട്. റിയൽ എന്താണ്, അതിൽ ചെറിയ എക്സാജറേഷൻ ഉണ്ട്. അപ്പൊ കണ്ണൂർ സ്ക്വാഡ് മുസ്ലിം ഒരു ഫാമിലിനെ മലപ്പുറത്ത് കൊന്നു, റേപ്പ് ചെയ്ത് കൊന്നാണ്. അവരെ പിടിക്കാൻ ലഡാക്ക് വരെ പോകുന്ന അങ്ങനെയുള്ളത്. അപ്പൊ റിയൽ ആയിട്ടുള്ള ചരിത്രം എടുത്തിട്ട് അങ്ങനെ കൊണ്ടുപോയിട്ട് 10-100 പേരൊക്കെ ഇടിച്ചിട്ടിട്ടൊക്കെയാണ് മമ്മൂട്ടിയും കണ്ണൂർ സ്ക്വാഡ് പോകുന്നത്. എന്നിട്ട് അതിന്റെ അപ്പൊ അവിടെ എന്നാലും പിന്നെ അതിന്റെ ഒരു എക്സാജറേറ്റഡ് ആയിട്ടുള്ള എലമെന്റ് മാറ്റി നിർത്തിയിട്ട് നോക്കിയാൽ ചരിത്ര സംഭവമാണ്. 2008 മറ്റുള്ളതാണ് കണ്ണൂർ സ്ക്വാഡ്. VS അച്യുതാനന്ദനാണ് ഭരിക്കുന്നതെന്ന്. അപ്പോൾ ഒരു വണ്ടിയും കൊടുത്തൊരു 9 പേരെ മറ്റാണ് കണ്ണൂർ സ്ക്വാഡിലേക്ക് വിടുന്നത്. അത് ഇവിടെ സിനിമയിൽ 4 പേരുള്ളൂ, മമ്മൂട്ടി പ്ലസ് 4 പേര്. 4 പേര് 60 പേരൊക്കെ ഇടിച്ചിടുന്ന സീനൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ ആ സിനിമ കണ്ടതിന് ശേഷം DYSP അതിൽ പങ്കെടുത്തുള്ള യഥാർത്ഥ കണ്ണൂർ സ്ക്വാഡിലുള്ളവര് അന്ന് തിയേറ്ററിന് മുമ്പിൽ നിന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് പരിക്കൊക്കെ പറ്റിയിട്ടുണ്ട് ഒറിജിനൽ സ്ക്വാഡിന്, പക്ഷെ ഇങ്ങനൊരു ഫൈറ്റ് നടത്താനായിട്ട് സിനിമയിൽ മമ്മൂട്ടിക്ക് മാത്രമേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ മനസ്സിലാവല്ലോ അതിന് എക്സാജറേഷൻ. സിനിമ ഒരു റിയാലിറ്റി പ്ലസ് എക്സാജറേഷനും ചേർന്നിട്ട്, റിയാലിറ്റി ആൻഡ് ഫാന്റസി, ഡ്രീം ഒക്കെ ചേർന്നുകൊണ്ടാണ് നിർമ്മിക്കപ്പെടുന്നത്. അതിന്റെ ഒരു വെർച്വൽ റിയാലിറ്റിയിൽ നിന്നിട്ടാണ് നമ്മളൊരു സർറിയലിസ്റ്റിക് ദാലിയൻ പെയിന്റിങ് കാണുന്ന പോലെയൊക്കെ. നിയോ റിയലിസം വരുമ്പോൾ കുറച്ചുകൂടി റിയാലിറ്റി, നിയോ റിയലിസത്തിന്റെ തലത്തിൽ നിന്നുകൊണ്ടാണ് ബൈസിക്കിൾ തീവ്സ് പോലെയുള്ള ക്ലാസിക്കുകൾ വരുന്നത്. ഫെല്ലിനിയുടെ ലാസ്ട്രാഡ. എന്റെ മനസ്സിൽ അങ്ങനെ ഒരു 100 കണക്കിന് സിനിമകളുണ്ട്. അതിലൊന്നും ഈ പറഞ്ഞ ആക്ഷൻ ഹീറോ പാക്കഡ് അല്ല. വളരെ ലൈഫ് തൊട്ടുകൊണ്ട് അത്രയും ഹിറ്റ്ലർക്കെതിരെയുള്ള, അത്രയും ഭീകരമായ ഫാസിസത്തിനെതിരെയുള്ള സിനിമകളാണ്. ഇനി ഡോക്യുമെന്ററിയില് അലൻ റെനയുടെ നൈറ്റ് ആൻഡ് ഫോഗ് പോലെയുള്ള ഡോക്യുമെന്ററി 1/2 മണിക്കൂറുള്ളൂ. പക്ഷെ എന്താണ് ഡഷ്യൂ കോൺസെൻട്രേഷൻ ക്യാമ്പ്, അതിന്റെ വയലൻസ് ഒക്കെ വ്യക്തമാക്കപ്പെടുന്നത്, എത്ര മനുഷ്യരെ കൊന്നിരിക്കുന്നു. അലൻ റെനയുടെ ഒക്കെ ഡോക്യുമെന്ററി അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിനകത്ത് ഒരുപാട് അത്തരം കാര്യങ്ങളുടെ അകത്താണ് എമ്പുരാൻ പോലുള്ളൊരു സിനിമ വരുന്നത്. അപ്പൊ നമ്മള് അതിനകത്ത് സംഭവിച്ചത് തന്നെയാണ്, കോന്തരയൊക്കെ സംഭവിച്ചത് തന്നെയാണ്. എല്ലാവർക്കും അറിയാം. 2002 അത്ര നിസ്സാരമൊന്നുമല്ല. അതിന്റെ ഒരു അജണ്ട 1992 പിന്നെ ബാബറി മസ്ജിദ് പൊളിക്കപ്പെടുന്നിടത്തേക്ക് അവിടെ തുടങ്ങുന്നുണ്ട്. അത് 89 രഥയാത്ര മുതൽ തുടങ്ങുന്നുണ്ട്. BJPയുടെ അദ്വാനിയുടെ രഥയാത്ര ഒരു വലിയ പിന്തിരിപ്പൻ തെരുവുനാടകം എന്നാണ് ഞാൻ പറയാ. ഇന്ത്യ മുഴുവൻ പടർന്നു നിൽക്കുന്ന ഒരു തെരുവുനാടകത്തിലൂടെ വന്നിട്ട് 92 ആകുമ്പോഴേക്കും ബാബറി മസ്ജിദ് പൊളിക്കുന്നു. ഒരു 10 വർഷം കഴിയുമ്പോഴേക്കും കോന്ത്ര കലാപത്തിലേക്ക് വരുന്നു. അതിനു മുമ്പ് ഒരു ട്രെയിൻ ഇൻസിഡന്റ് ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ അപ്പൊ അമേരിക്കൻ ലോബി
ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഈ വയലൻസിന്റെ കാര്യം പറയുമ്പോൾ കലാപത്തിലേക്ക് ഇന്നലെയും മിഞ്ഞാന്നും വന്നതൊന്നുമല്ല. ഈ ഹിരോഷിമ നാഗസാക്കി മുതൽ അമേരിക്കൻ സാമ്രാജ്യത്വം ചെയ്തിട്ടുള്ള വലിയൊരു ഹോളോകോസ്റ്റ് ഉണ്ട് ഹിറ്റ്ലർക്ക് ശേഷം. ഹിറ്റ്ലറുടെ ഹോളോകോസ്റ്റ് അവിടെ നിൽക്കുന്നു. സോവിയറ്റ് ചെമ്പട കൃത്യമായിട്ട് ഹിറ്റ്ലറെ തോൽപ്പിക്കുമെന്ന് മനസ്സിലാക്കിയപ്പോൾ ഈ ഏറ്റവും തോറ്റ് തുന്നം പാടി നിൽക്കുന്ന ജപ്പാനിൽ പോയിട്ട് പിന്നെ ബോംബിടുകയാണ് ഇവർ ചെയ്തത്. അമേരിക്കൻ സാമ്രാജ്യത്വം. ടോറ എന്ന് പറയുന്നൊരു ഫിലിമുണ്ട്. അതിനകത്തുണ്ട് ഈ പെൾ ഹാർബർ ആക്രമിക്കാൻ പറഞ്ഞിട്ടുള്ള ഓർഡർ വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് രാഗം തിയേറ്ററിൽ. അതിനകത്താണ് ഈ ഒരിക്കലും ജപ്പാൻ, ഇറ്റലി, ജർമ്മൻ ആ നിര പൊളിഞ്ഞ് പാളിസായിട്ട് തോറ്റ് തുന്നം പാടി മുസോളിനിയുടെ ജനങ്ങൾ കല്ലെറിഞ്ഞ് കൊന്ന് ഫാസിസം പൊളിഞ്ഞ് പാളിസായിട്ട് നിൽക്കുന്ന സമയമാണ്. അതിന്റെ തുടർന്ന് പേടിച്ചിട്ട് പേടിത്തൂറിയുള്ള ഹിറ്റ്ലർ പോയിട്ട് വെടിവെച്ച് ഒരു ഗുഹയിൽ പോയിട്ട് നായയ്ക്കും ഭാര്യ ആക്കിയിട്ട് ഈവാ ബ്രൗണിനൊക്കെ ഈ സൈനൈഡ് കൊടുത്ത് കൊന്നിട്ട് പുള്ളിയൊരു തോക്ക് വെച്ചിട്ടുണ്ട്. തോക്ക് ഇങ്ങനെ കരുതി കോടിക്കണക്കിന് തോക്ക് ഫാക്ടറികൾ ഉണ്ടാക്കിയിട്ട് ബുള്ളറ്റുകൾ ഫാക്ടറി ഉണ്ടാക്കിയ മനുഷ്യരുടെ തോക്ക് കരുതിയിട്ടുണ്ട്. ഞാൻ എൻ്റെ നാടകത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, തൂക്കുകാരും വെടിയുണ്ടെയും നാടകത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആൾക്കൊരു ബുള്ളറ്റ് അവിടെ ബാക്കിയുണ്ട്. നമ്മുടെ കൃഷ്ണൻ അവിടെ കിടക്കുമ്പോൾ ഒരു അമ്പ് അവിടെ ഒരു ബാക്കിയിട്ടില്ലോ. ഈ അമ്പും ഗാന്ധീവം എങ്ങനെ പ്രയോഗിക്കണമെന്ന് അർജുനെ പഠിപ്പിച്ച കൃഷ്ണൻ ഒരു അമ്പ് ഒരു വേടന്റെ അമ്പ് അവിടെ ഉണ്ടല്ലോ. കൃഷ്ണന്റെ അന്ത്യം എങ്ങനെയാണല്ലോ. ഇങ്ങനെ കൂട്ടി വായിക്കണം നമ്മള്. അങ്ങനെ വരുമ്പോ ഈ ഒരു അമേരിക്കൻ സാമ്രാജ്യത്വം നാഗസാക്കി ഹിരോഷിമയിൽ ബോംബ് ഇടണമെങ്കിൽ എങ്ങനെയാണ് അവർക്ക് അതിന്റെ തിയറി കിട്ടിയത്? ജർമ്മൻ ജൂത് എന്നൊക്കെ പറയുന്ന ആൽബർട്ട് ഐൻസ്റ്റൈൻ ഈ തിയറിയും കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുകൊടുത്തു. ഇത് അമേരിക്കയിൽ കൊണ്ടുകൊടുത്തു. അമേരിക്ക അന്ന് യുദ്ധത്തിലുള്ള രാജ്യമല്ല. നമ്മൾ ഇബ്രാനിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു ചരിത്രത്തിലൂടെ പോകാനാണ് ഇതൊക്കെ പറയുന്നത്. അമേരിക്ക അന്ന് യുദ്ധത്തിലുള്ള അവർ ഗോൾഫൊക്കെ കളിച്ച് അപ്പൊ ആ ഒരു സാമ്രാജ്യത്വമായിട്ട് ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ അന്ന് സാമ്രാജ്യത്വം അല്ല അത്. അന്ന് ബ്രിട്ടീഷ് സാമ്രാജ്യത്വമാണല്ലോ ഇവിടെ ഉള്ളത്. സൂര്യനസ്തമിക്കാത്ത രാജ്യം എന്നൊക്കെ പറയുന്നത്. അവര് 45 വരെ ഭരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഇദ്ദേഹം ഈ ആൽബർട്ട് ഐൻസ്റ്റൈൻ പേടിച്ചിട്ട് അങ്ങോട്ട് കൊണ്ടുകൊടുത്തു. ഗാന്ധിയുടെ അടുത്ത് കൊണ്ടുപോയിട്ട് കൺസൾട്ട് ചെയ്യാൻ വന്നില്ല. സ്റ്റാലിന്റെ അടുത്തും പോയില്ല. കാരണം ഇതെല്ലാം ഹിറ്റ്ലറുടെ പിടിയിലേക്ക് എപ്പോ വേണേ വീഴും ഈ രാഷ്ട്രങ്ങൾ, ഏഷ്യാറ്റിക് രാജ്യങ്ങളും റഷ്യയൊക്കെ. അപ്പൊ പുള്ളി സത്യസന്ധനായതുകൊണ്ട് എന്ത് ചെയ്തു? യുദ്ധവറി കാണിക്കാത്ത ഒരു രാഷ്ട്രമല്ല അമേരിക്ക. ഓക്കെ, അന്ന് അങ്ങോട്ട് വിടാം. ഈ ചാപ്പിളിനും ഒക്കെ നാട് കടന്ന അങ്ങനെയാണ്. ബെർത്തോൾട്ട് ബ്രെട്ടും അങ്ങനെ എല്ലാവരും അന്ന് ആ സമയത്ത് ഹിറ്റ്ലറിൽ നിന്ന് രക്ഷപ്പെടാൻ, ഫാസിസത്തിൽ നിന്ന് രക്ഷപ്പെടുന്നവർ മുഴുവൻ ജനാധിപത്യമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടൊക്കെ അമേരിക്കയിലേക്കാണ് പോയിരുന്നത്. അറ്റ്ലാന്റിക് പസഫിക് ഓഷ്യൻ കടന്നിട്ട് തന്നെയാണ് പോയിരുന്നത്. അവിടെ പച്ചക്കറി നടാനൊന്നും എല്ലാവരും പോയത് ജീവിക്കാൻ വേണ്ടിയിട്ടാ. പക്ഷെ ഈസിക്കൽറ്റി എംസിസ്കോഡ് കൊണ്ടുകൊടുത്തു. അമേരിക്കൻ ലാബ് വെറുതെ ഡെഡായി കിടക്കുന്നതായിരുന്നു ആ സമയം വരെ. 45 വരെ അമേരിക്കൻ ലാബിന് വലിയ പണിയൊന്നും ഇല്ലായിരുന്നു. ആ പണിയില്ലാത്ത സമയത്ത് ഈസിക്കൽറ്റി എംസിസ്കോഡ് അവിടെ കൊണ്ടുകൊടുത്തു ആറ്റമിക് തിയറി. ആ തിയറി കൊണ്ടുകൊടുത്തപ്പോ ആൽബർട്ട് ഐൻസ്റ്റൈൻ കൈമാറിയത് വലിയൊരു തിയറിയാണ്. അത് ക്രിയേറ്റീവായിട്ട് ലോകത്തിന്റെ പട്ടിണി നീക്കാൻ വേണ്ടി ഊർജം മുഴുവൻ ഉപയോഗിക്കാം. അതിനുള്ളതാണ് ഈ ആറ്റമിക് തിയറി. പക്ഷെ അത് വളരെ നെഗറ്റീവായിട്ട് ഉപയോഗിച്ചു. ആറ്റം ബോംബ് നിർമ്മിച്ചിട്ട് തോറ്റ് തുന്നം പാടി കീഴടങ്ങാൻ നിൽക്കുന്ന ജാപ്പാനില് ഹിരോഷിമ നാഗസാക്കിയിൽ കൊണ്ട് അമേരിക്ക ഇട്ടു. ലക്ഷക്കണക്കിന് പേരെ കൊന്നു, പിന്നീടും കൊന്നുകൊണ്ടിരിക്കുന്നു. ജനിച്ചു വീഴുന്ന കുട്ടികളൊക്കെ അംഗവൈകല്യമുള്ളവരേമാവും. അതിലും അത്രയും ക്രിമിനലിസം ഒന്നും ഈ എമ്പുരാൻ സിനിമയോ അല്ലെങ്കിൽ അതുപോലെയുള്ള നമ്മുടെ സിനിമകൾ പോലും ഹിരോഷിമ അൽമോറൊക്കെ ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞ അന്ന് മുതൽ തുടങ്ങിയതാണ് ഈ ഇമ്പീരിയലിസത്തിന്റെ ഒരു ക്രിമിനൽ സംഗതി ഒരു ഭാഗത്തും മനുഷ്യത്വപരമായിട്ട് നിൽക്കും. അപ്പൊ ഇതെല്ലാം ടാർഗറ്റ് ചെയ്യുന്നത് എവിടേക്കാന്ന് നോക്കിയാല് ലോകത്തില് യൂറോപ്പിനൊരു ഭൂതം പിടികൂടി, കമ്മ്യൂണിസ്റ്റ് ഭൂതം. സോഷ്യലിസ്റ്റ് ആണ് പറയുന്നത്, കമ്മ്യൂണിസ്റ്റ് ആണ് പറയുന്നത്, ഈക്വാളിറ്റിയെ പറയുന്നത്, സ്വാതന്ത്ര്യമാണ്, ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്. ഈ സാധനം വളരരുത്, ഈ സംഗതി വളരരുത്. ഇതിനു വേണ്ടിയിട്ട് മതങ്ങളെയും വർണ്ണവെറിയനെയൊക്കെ വെച്ചിട്ട് തല്ലൂടിക്കൊണ്ടിരിക്കും. കാരണം വർഗപരമായിട്ട് ചിന്തിക്കുന്ന ഒരു വലിയൊരു ലോക ജനതയില് ഈ 650 കോടിയിൽ എനിക്കറിയാം നമ്മൾ കണക്കൂട്ടി നോക്കിയൊരു 500 കോടി ജനതയും വർക്കിംഗ് ക്ലാസ് ആയിരിക്കും. ഇത് സ്വാതന്ത്ര്യത്തെക്കുറിച്ചും സമത്വത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നിടത്തേക്ക് വന്നാൽ ഈ പറഞ്ഞ ഈ അമേരിക്കൻ സാമ്രാജ്യത്വം മുതലുള്ള എല്ലാവർക്കും പണി കിട്ടും.
അപ്പോൾ വർഗ സ്വഭാവത്തിൽ കൂടിച്ചേർന്നുകൊണ്ട് വർഗസമരമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് അതും ലോകത്തിന് മുഴുവൻ വിമോചനമായിട്ട് ബന്ധപ്പെടുത്തിയൊരു പ്രത്യയശാസ്ത്രം മാർക്സിസം, അത് വളരരുതല്ലോ. അപ്പൊ അത് എടുത്ത് പ്രയോഗിക്കുന്ന പ്രസ്ഥാനങ്ങൾക്ക് പല 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 പരിമിതികൾ സംഭവിച്ചിട്ടുണ്ട്. അത് ആ പ്രസ്ഥാനത്തിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ അത് കൈകാര്യം ചെയ്യുമ്പോൾ വലിയ വിമോചന സ്വപ്നമായിരിക്കും. താങ്ങാൻ പറ്റാണ്ടാവുമ്പോൾ അതിന് ഈ പാർലമെന്ററി യുക്തി വരും, വോട്ടിംഗ്, അങ്ങനെ കുറേ പ്രസ്ഥാനങ്ങളുണ്ട് കേരളത്തിലടക്കം. പക്ഷെ ആ ഒരു പ്രത്യയശാസ്ത്രത്തിനെ തകർക്കുക എന്നുള്ളതാണ് ഇതിന്റെയൊക്കെ അജണ്ട. നമ്മൾ ഒരു വർഗീയ കലാപത്തിന്റെ ഒരു എലമെന്റ് വരുമ്പോൾ ഉടനെ അതിനെതിരെ കലാപം ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ട് അത് നിയമ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് സംസാരിക്കുമ്പോൾ പോലും അത് കേരളം പോലുള്ള സ്ഥലത്ത് എങ്ങനെ അത് കുത്തിത്തിരിപ്പുണ്ടാക്കാം എന്നുള്ളതാണ്. അപ്പൊ അതായത് ഞാൻ ചോദിക്കുന്നത്, നമ്മൾ എമ്പുരാനിലേക്ക് വരാം. മറ്റേ ലോക സാമ്രാജ്യത്വം അതിന്റെ സിനിമകളും അവിടെ കിടക്കട്ടെ. അതെന്ന് വെച്ചാൽ അതെല്ലാം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമാണ്. കാരണം റഷ്യനെ തോൽപ്പിക്കുന്ന ആ ജെയിംസ് ബോണ്ട് സിനിമകൾ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. മുഴുവൻ കുറെ ഫിലിമുകളിൽ ശത്രു സോവിയറ്റ് യൂണിയൻ ആയിരുന്നു. 89 സോവിയറ്റ് യൂണിയൻ ഗ്ലാസ്നോസ്റ്റ്, പെരിസ്ട്രോയ്ക്ക് തകരുന്ന വരെയുള്ള ബോണ്ട് സിനിമകളിൽ പല ഫിലിമുകളിലും പൂച്ചേനൊക്കെ വെച്ച് ഇങ്ങനെ നിൽക്കുന്ന ചിഹ്നം സോവിയറ്റ് യൂണിയന്റെ കൊടിയൊക്കെ വെച്ചിട്ടുള്ളതാണ്. സോവിയറ്റ് യൂണിയൻ വില്ലനായിട്ടാണ് അവർ ചിത്രീകരിച്ചത്. ഒരു അജണ്ടയായിരുന്നു, അത് ഇന്റർനാഷണൽ അജണ്ടയാണ്. യൂറോപ്പിനെ ഒരു ഭൂതം പിടികൂടി, കമ്മ്യൂണിസം എന്ന ഭൂതം എന്ന് പറഞ്ഞ പോലെ അതിനെതിരെ നേരിടാനായിട്ടുള്ള അതിന്റെ സാംസ്കാരിക വിങ്ങുകൾ മുഴുവൻ വർക്ക് ചെയ്യായിരുന്നു യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ. ചൈനയ്ക്കെതിരെ ഒരുപാട് മുന്നോട്ട് വന്നു. ചൈന കാരണം കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമാണെന്നുള്ള രീതിയിലാണ്. കൊറിയക്കെതിരെ വന്നു, വിയറ്റ്നാം, ക്യൂബനെ ഉപരോധം കൊണ്ട് തകർക്കാൻ നോക്കി. അപ്പോൾ ഈ ഇതിന്റെ അടിസ്ഥാനപരമായിട്ട് അത്തരം ജെയിംസ് ബോണ്ട് സിനിമകൾ വരുമ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രവും ജെയിംസ് ബോണ്ട് സിനിമയ്ക്കെതിരെ ഒന്നും കലാപം ചെയ്തിട്ടില്ല. കമ്മ്യൂണിസത്തിനെ അറ്റാക്ക് ചെയ്യുന്ന പല സിനിമകളും വന്നിട്ടുണ്ട്. കമ്മ്യൂണിസം പോയി കഴിഞ്ഞപ്പോൾ മുസ്ലിം ടെററിസമാണ് പ്രശ്നം എന്ന് പറഞ്ഞിട്ട് അവർ ശത്രുവിനെ വേറെ ഫോക്കസ് ചെയ്തുണ്ടാക്കി. സത്യം പറഞ്ഞാൽ ഒസാമ ബിൻ ലാദനെ വളർത്തിയെടുത്ത ആരാണ്? ഈ പറഞ്ഞ ഇമ്പീരിയലിസമാണ്. സോവിയറ്റ് യൂണിയൻ ഇതിനെ അറ്റാക്ക് ചെയ്യാനാണ് ഒസാമ ബിൻ ലാദനെ വളർത്തിയെടുക്കുന്നത്. ഇറാൻ അറ്റാക്ക് ചെയ്യാനാണ് ഇറാഖിൽ നിന്ന് സദാം ഹുസൈനെ വളർത്തിയെടുത്തത്. നമ്മളെന്താ പൊട്ടന്മാരാ? ഇത് വളർത്തിയെടുത്തു, അവർ ആയുധം കച്ചവട രാസായുധങ്ങൾ കൊടുത്തു. ഇറാനെതിരെയുള്ള മൂവ്മെന്റാണ്. പിന്നെ അത് സോവിയറ്റ് യൂണിയനെതിരെ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ള പണികളൊക്കെ ഒന്നാണ്. അതാണ് ഒസാമ ബിൻ ലാദനൊക്കെ വരുന്നത്. ഇത് കഴിഞ്ഞിട്ട് സർപ്പം തിരിച്ചിങ്ങനെ കൊത്താൻ തുടങ്ങിയപ്പോഴാണ് ഇത് ടെററിസമാണ്. ഈ രാസായുധം കൊടുക്കുമ്പോൾ ടെററിസം ഇല്ലേ? ടെററിസമാണ്. നമ്മൾ ജനാധിപത്യമാണ് ഉയർത്തരുത്. ആര് പറഞ്ഞു? അമേരിക്കൻ സാമ്രാജ്യത്വം, CA ജനാധിപത്യമാണ്, ഇമ്പീരിയലിസം. നമ്മൾ ആലോചിച്ചു, ശരിയില്ല ജനാധിപത്യം. അവർ വളർത്തിയെടുത്ത സർപ്പം അവർക്കെതിരെ തിരിയുമ്പോഴാണ് ഈ പറഞ്ഞ ജനാധിപത്യം വരുന്നത്. ഇതിന്റെ തുടർച്ചകളാണിത് മുഴുവൻ. അങ്ങനെ ഞാൻ മനസ്സിലാക്കുന്നത്, ഇതിന്റെ തുടർച്ചകളാണിത് മുഴുവൻ. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഗോന്തറുണ്ടായ സംഭവങ്ങള് ചിലപ്പോഴല്ല പ്ലാൻഡാണ്. അന്ന് ചർച്ച ചെയ്തിരുന്നത് ന്യൂയോർക്കിലൊക്കെ വെച്ച് ട്രെയിനിങ് കൊടുത്തവരാണ് ഈ ഗോന്ത്രയിൽ വന്ന് കൊല്ലുന്നത്. അപ്പൊ ആരെ ട്രെയിൻ ദുരന്തം ഉണ്ടാക്കുന്നതിന് പിന്നിൽ പോലും എന്തോ ഒരു അജണ്ട ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പോഴും വ്യക്തമല്ല. അത് ട്രെയിൻ ദുരന്തം ഒരു കോസ് ഉണ്ടാക്കിയിട്ട് അറ്റാക്ക് ചെയ്യുന്ന രീതിയാണ്. ഇവിടെ ഈ ഫിലിമിൽ 10-15 മിനിറ്റ് ഈ പറഞ്ഞ അമ്പുരാനിൽ സ്റ്റാർട്ടിങ്ങിൽ ഗോന്ത്ര കലാപത്തിനാണ്. നമുക്കറിയാം ജാഫ്രി പോലെയുള്ള ഒരു കോൺഗ്രസ് MP-യുടെ വീട് വളഞ്ഞ് എങ്ങനെയാണ് അയാളെ ചുട്ടരിച്ച് കൊന്നതെന്നൊക്കെയുള്ള സത്യങ്ങളുണ്ട്. ഈ കൈ ഇങ്ങനെ കൂപ്പിയിട്ട് രക്ഷിക്കുമെന്ന് പറയുന്ന ഇമേജ് ഗോന്ത്ര കലാപത്തിന്റെ ഇമേജാണ്. അയാൾ പിന്നെ ബംഗാളിലാണ് അയാൾക്ക് പ്രൊട്ടക്ഷൻ കൊടുത്തത്. ബംഗാളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് പ്രൊട്ടക്ഷൻ കൊടുത്തത് അന്ന് 2002 കേരളത്തിലൊക്കെ വന്നു പോയത്. അപ്പൊ അത്തരം സംഗതികൾ, ഈ ജാഫ്രിയുടെ വീട് ആക്രമിക്കപ്പെടുന്നത് കോൺഗ്രസിന്റെ MP-യാണ്. ആരും പ്രൊട്ടക്ഷൻ കൊടുത്തില്ല, കോൺഗ്രസ്സുകാരും കൊടുത്തില്ല. ഇഷ്ടംപോലെ പേര് വന്ന് താമസിച്ചു പോകുന്ന ഒരു വീടായിരുന്നു അത് എന്നാണ് പറയുന്നത്. അത്തരം സ്ഥലങ്ങളിൽ കൃത്യമായിട്ടും അയാൾ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നു. ഇവിടെ വേറൊരു ലേഡി ക്യാരക്ടറാണ് ഇത് സംഭവിച്ചാണ്. ഈ പറഞ്ഞ ബജ്രംഗ് ഇയാൾ പേരിലുള്ള ആള് അയാളെ തഹൽക്ക ഇന്റർവ്യൂ ചെയ്തപ്പോൾ ഒരു ഒളി ക്യാമറ വെച്ചുകൊണ്ട് അയാൾ പറഞ്ഞ സത്യങ്ങളൊക്കെ വ്യക്തമാക്കപ്പെട്ടതാണ്. അപ്പൊ ഈ വ്യക്തമാക്കപ്പെട്ടതൊന്നും ചരിത്രത്തിൽ നിന്നും മാച്ചു കളയാനൊന്നും പറ്റില്ല, തമസ്കരിക്കാൻ പറ്റില്ല. പിന്നെ ഈ എന്താ പറയാ, നമ്മുടെ ഗാന്ധിയേക്കാളും മഹാനാണ് ഗോഡ്സെ എന്നൊക്കെ ഇങ്ങനെ വീരവാദം മുഴക്കിയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ, ചരിത്രം മാറ്റി എഴുതാൻ ശ്രമിക്കുന്ന ആൾക്കാർ ഇതിനപ്പുറം പറയും. ഹിറ്റ്ലർ മഹാനാന്ന് പറയും. ചാർലി ചാപ്ലിനേക്കാളും മഹത്വം ഹിറ്റ്ലർക്കുണ്ടെന്നൊക്കെ പറഞ്ഞു കളയും. ബീത്തോവൻ ജർമ്മനാണ്, ഹിറ്റ്ലർ ജർമ്മനാണ്, ചാപ്ലിൻ ജർമ്മനാണ്. ബീത്തോവനേക്കാളും ചാപ്ലിനേക്കാളും ഹിറ്റ്ലറാണ് മഹാൻ എന്നൊക്കെ പറഞ്ഞ് ഉണ്ടാക്കാൻ ശ്രമിക്കും.
അത്തരം ആളുകൾ എണ്ണം കൂടിക്കൊണ്ടിരിക്കും, നിവർത്തിയൊന്നുമില്ല. നമ്മൾ ഈ പുരോഗമനവാദികൾ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരെ പോലുള്ളവർ ഇതിന്റെ സംവാദങ്ങൾ നിരന്തരമായിട്ട് ലൈവായി നിൽക്കാത്തോളം ഈ നെഗറ്റീവായിട്ടുള്ള ചരിത്രത്തിന്റെ ഈ തമസ്കരിക്കപ്പെട്ട ആളുകളൊക്കെ പൊന്തി പൊന്ന് വലിയ പുണ്യാളന്മാരൊക്കെ ആവും. അപ്പോൾ ചില സത്യങ്ങൾ വെളിപ്പെടുത്തുന്നത് അത് കച്ചവട സിനിമയുടെ യുക്തിയിൽ തന്നെയാണ്, ഒരു സംശയമൊന്നുമില്ല. നമ്മൾ ഈ വർക്ക് ഓഫ് ആർട്ട് പോലെ സൈലന്റ് ആയിട്ട് ഇങ്ങനെ ഫ്രെയിം വെച്ചിട്ടൊന്നുമല്ല ചെയ്തിട്ടുള്ളൂ. നിലവിൽ കുറെ കച്ചവട സിനിമകളിലൂടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ലിയോ അത് ഇത് നിൽക്കുന്ന കുറേ മാർക്കറ്റ് ചെയ്ത് പോകുന്നുണ്ട്. കാല പോലെയുള്ള സിനിമ പാരഞ്ജിത്ത് എടുത്തിട്ടുണ്ട്. കാല എന്താ മോശം സിനിമയാണോ? ഭയങ്കര ശക്തമായ സിനിമയാണ് അത്. അനുപം ഖേർ എന്ന് പറയുന്ന, അനുപം ഖേറിൽ എന്താണ്, നാനാ പടേക്കർ, അയാൾ ബോംബെയിലെ BJP MP ആണ്. അയാള് തന്നെ വില്ലനാക്കിക്കൊണ്ട് കാസ്റ്റ് ചെയ്തിട്ടാണ് പാരഞ്ജിത്ത് ആ സാധനം ചെയ്തത്. രജനീകാന്ത് കമേഴ്ഷ്യൽ ഫോർമാറ്റിലാണ് ചെയ്തത്. കമേഴ്ഷ്യൽ ഫോർമാറ്റിൽ തന്നെ കറുത്തവന്റെ പ്രശ്നം പറയുന്നു. അപ്പുറത്ത് ആരാണ് സവർണൻ? ആര് കൃത്യം BJPയുടെ MP ആയിട്ടുള്ള അനുപം നാനാ പടേക്കർ, അയാളെ തന്നെയാണ് വില്ലനായിട്ട് അയാൾ ആക്ട് ചെയ്യിപ്പിച്ചത്. അയാൾ ഇത് പറ്റ നടനാണ്, ഗംഭീര നടനായിട്ട് അയാളെ തന്നെ ഉപയോഗിച്ചുകൊണ്ടാണ് കാല ചെയ്തത്. ഈ ഇന്റർനാഷണൽ പൊളിറ്റിക്സ് ഒന്നും ഇല്ല. പക്ഷെ രജനീകാന്ത് വെക്കുന്ന കറുത്തവന്റെ പ്രശ്നം, കറുപ്പ്, അതിജീവനം, ചേരികൾ നിർമ്മാർജ്ജനം ചെയ്യപ്പെടുന്നത്, അതിനെതിരെ ചെറുത്ത് നിൽക്കുന്നത്, ജനങ്ങളെ നാണി നിരത്തിക്കൊണ്ട് MP-ക്കെതിരെ ഫൈറ്റ് ചെയ്യുന്നത്. MP ആരാ? വെറും ഒരു കാസ്റ്റിംഗ് അല്ല, കൃത്യം ബോംബെയിലെ മഹാരാഷ്ട്രയിലെ BJP MP തന്നെയാണ്. അതിന് സെൻസർ ബോർഡ് അനുവദിച്ച് കൊടുത്തിട്ട് തന്നെയാണ് വിട്ടത്. അവരെന്ന് വെച്ചാൽ അവർക്ക് ഡോമിനേഷനുള്ള സ്ഥലങ്ങളല്ലേ അനുവദിച്ചു വിടാമെന്ന് തീരുമാനിക്കും. എമ്പുരാനിലും സീനുകൾ നോക്കുമ്പോൾ നമ്മൾ മറ്റാക്കിയത് സംഗതികൾ ഭയങ്കര ഹൈലൈറ്റ് ചെയ്ത് വരുന്നു, വിട് എന്നത്. പക്ഷേ അത്ര ലളിതമല്ലാതെ ഇതൊരു പ്ലാൻഡ് പരിപാടിയാണ്. ഇത് അനുവദിച്ചതിന് ശേഷം അവിടെ നിന്ന് തന്നെ ഇരുന്ന് വിളിച്ചു പറയുന്ന സാധനമുണ്ട്. ഇത് കേരളത്തിൽ 2-3 ദിവസം ഓടിക്കഴിഞ്ഞാൽ കലാപം ഉണ്ടാക്കാൻ പറ്റുന്നൊരു നിമിത്തമാണ്. നമുക്കറിയാം, സുപ്രീം കോടതി വിധി അവിടെ അനുവദിച്ചു കഴിഞ്ഞപ്പോൾ ശബരിമലയിൽ എല്ലാ പെണ്ണുങ്ങൾക്കും കയറാം. 10 ലക്ഷം പെണ്ണുങ്ങൾ ആരെങ്കിലും ഡിമാൻഡ് ചെയ്തോ? ഞങ്ങൾക്കൊന്നൊരു ജിയോഗ്രഫിക്കലി ശബരിമല ഒന്ന് കാണണം. വന്നില്ലല്ലോ. ഭക്തിയൊക്കെ മാറ്റി നിർത്ത്. അപ്പോൾ 10 ലക്ഷം പെണ്ണുങ്ങൾ ഞങ്ങൾ ശബരിമല കയറും. നല്ല വരുമാനാ. സാധാരണ ആണുങ്ങൾ കയറുന്നതിന്റെ 10 ഇരട്ടി വരുമാനം വരും, ഫാമിലി അടക്കം വരികയാണെങ്കിൽ, ഭക്തിയുടെ പേരിലും അല്ലെങ്കിലും. അപ്പൊ സുപ്രീം കോടതി അനുവദിച്ചു. ഇവിടെ നിന്നുണ്ടായി, ഇവിടെ ഞങ്ങൾ അതിന്റെ ഒപ്പം നിൽക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറഞ്ഞ ആ BJP RSS പ്രസ്ഥാനങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ NSSനെ വെച്ചുകൊണ്ട് കളി തുടങ്ങി. ഇതേ തന്ത്രമാണ് ഇവിടെയും. നമുക്കിത് കോമൺ സെൻസിൽ മനസ്സിലാവും. ആരാച്ചാല് കാല അത് അനുഭവിച്ചു. അല്ല, ഇത് നമ്മുടെ എമ്പുരാൻ ആ സീന് കട്ട് ചെയ്യണ്ട ഇവിടെ. പിന്നെ നമുക്ക് ഇവിടെ ഇത്തിരി ഇഷ്യൂ ഉണ്ടാക്കാം. ഇതൊക്കെ കേന്ദ്രത്തിന്റെ നേതൃത്വം അറിയാണ്ടൊന്നും കളിക്കില്ല. കാരണം സെൻസർ ബോർഡ് കംപ്ലീറ്റ് അവരുടെ കയ്യിലിരിക്കും. പിന്നെ വെറുതെ അനുവദിച്ചു വിടും. ഇഷ്യൂ ഉണ്ടാക്കണം എന്നുള്ളത്. ഇനിയിപ്പോ ചോദിക്കട്ടെ, 17 സീൻ കട്ട് ചെയ്തു, 2.5-3 മിനിറ്റ്, ഒരു പ്രശ്നം വരാൻ പോലില്ല. ഗോത്ര കലാപമായിട്ട് തന്നെ ചിത്രീകരിക്കപ്പെടുന്നു. അത് മുരളി ഗോപി ഇവരൊക്കെ എഴുതിയിട്ടുള്ള സ്ക്രിപ്റ്റിന് ശക്തിയുണ്ട്. ട്രീറ്റ്മെന്റ് കമേഴ്ഷ്യലാണ്. ഈ പറഞ്ഞ ജെയിംസ് ബോണ്ട് സിനിമ പോലെയാണ്. അത് ഹൈടെക് ലെവലിലുള്ള അതിന്റെ ഒരു പ്രൊഡക്ഷൻ രീതി അങ്ങനെയാണ്. സെക്കൻഡ് വിടില്ല, 3 മണിക്കൂർ, ഇപ്പൊ ഒരു 10 മിനിറ്റ് കുറയുമായിരിക്കും. അങ്ങനെയാണ് അത് ട്രീറ്റ് ചെയ്യുന്നത്. അതിനകത്ത് മോഹൻലാലിന് വലിയ എക്സ്പ്രസ് ചെയ്യാനൊന്നുമില്ല. വെറുതെ ഇങ്ങനെ നോക്കുക, നടക്കുക, ഇടിക്കുക, മുണ്ടെടുത്തിടിക്കുക എന്നല്ലാതെ ലൈവായിട്ട് തൊട്ടിട്ടുള്ള ഇമോഷൻ കാണിക്കുന്ന സീനുകളൊക്കെ കുറവാണ്. അതിപ്പോ അവർ റോബോട്ട് പോലെ ഇങ്ങനെ വന്ന് തല്ലിപ്പോവും, ഇടിച്ചു പോകുമ്പോൾ നമ്മൾ അതിന്റെ ലോജിക്കൊന്നും നോക്കരുത്. 100-100 പേരെയൊക്കെ കാട്ടിൽ ഇടിച്ചിട്ടതിന് ശേഷം പോലീസ് വരുമ്പോൾ ബോഡി ഒന്നും കാണില്ല. അതിപ്പോ മറ്റേലും ഉണ്ട്. 5-10 ഹെലികോപ്റ്റർ വന്ന് മാറ്റിയെന്നൊക്കെ വിചാരിച്ച് നമുക്ക് എഴുതി തള്ളാം. മഞ്ജു വാര്യർ ഇങ്ങനെ കാട്ടിലിരിക്കുന്നു, പോലീസ് വരുന്നു. അതിനു മുമ്പ് കുറെ പേരെ കൊന്നു അവിടെ എടുത്തുണ്ട്. മറ്റേ ലേസർ മറ്റൊക്കെ ഉപയോഗിച്ച് കൊന്നവരൊക്കെ ഉണ്ട്. ചോദിക്കരുത് അത്തരം ചോദ്യങ്ങൾ. നിങ്ങൾ പിന്നെ ജെയിംസ് ബോണ്ട് സിനിമയിലും ലോജിക്ക് ചോദിക്കരുത്. ചുമ്മാ ഒരു കാർട്ടൂണല്ല, കഥാപാത്രങ്ങളെ വെച്ച് നമ്മൾ കാണുന്ന മൂഡിലാണ് ഞാനൊക്കെ കണ്ടത് ഈ ജെയിംസ് ബോണ്ട് സിനിമയുടെയും അതുപോലെ ലോകത്തിന്റെ ഇങ്ങനെയുള്ള പല ഫിലിമിന്റെയും ത്രെഡിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അപ്പൊ ലോജിക്ക് മാറ്റി നിർത്തിയിട്ട് നമ്മൾ ഇതിന്റെ കണ്ടന്റ് വൈസ് വേണമെങ്കിൽ ഈ പറഞ്ഞ മറ്റേ മണ്ടൻ സിനിമയില്ലേ RRR പോലെയുള്ള, ഇത് രാമനും മറ്റവരും അമ്പും വില്ലുമായിട്ടാണ് ബ്രിട്ടീഷുകാർക്കെതിരെ ഫൈറ്റ് ചെയ്തതൊക്കെ പറഞ്ഞ്, അമ്പും വില്ലൊക്കെ ആയിട്ട് ബ്രിട്ടീഷുകാരെതിരെ രാമൻ ഫൈറ്റ് ചെയ്തിരുന്നത് RRR. അതിനേക്കാളൊക്കെ എത്രയോ ഭേദം അത്. ഇതിന്
ഒരു ആധുനിക ടെക്നോളജിയുടെ എല്ലാ ഗൗരവവും അതിന്റെ ഡീറ്റെയിലിങ്ങും അത് ഉപയോഗിച്ചുള്ള ടെക്നിക്കൽ പെർഫെക്ഷനൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. RRRലൊക്കെ ഇങ്ങനെ വല്ല പൊട്ടത്തിട്ടുണ്ടോ? അത് ബ്രിട്ടീഷുകാർക്ക് രാമൻ അമ്പും വില്ല എഴുതി ഫൈറ്റ് ചെയ്തിരുന്നു. അത് പക്ക RSS സിനിമയാണ്. ഒരു വിഷമവും ഇല്ല കേട്ടാ. കമ്മ്യൂണിസ്റ്റുകാർക്ക് വിഷമില്ല, ആർക്കും ഇല്ല, വെറുതെ കാണും. കമ്മ്യൂണിസ്റ്റുകാർക്ക് അറിയാം ഈ സിനിമ എന്തും ഇമ്പാക്റ്റിലാക്കിയാലും നമ്മൾ തിരിച്ച് നാട്ടിലിറങ്ങി. ഈ പറഞ്ഞ 1.5 കോടി മനുഷ്യന്റെ പ്രശ്നമാണല്ലോ കേരളത്തില്. 3.5 കോടിയിൽ 1.5 കോടി എന്ന് വിചാരിക്കാം. അതിലിറങ്ങി പ്രവർത്തിച്ച് നമുക്കൊന്നുകൂടി തിരിച്ചു പിടിക്കാൻ പറ്റും. കുറച്ച് മനുഷ്യത്വമുള്ളവരും സെക്യുലർ ബോധമുള്ളവരൊക്കെ കൂടി ഉണ്ട് എന്നുള്ളതുകൊണ്ട് വിശ്വാസത്തിലാണ്. പക്ഷെ സിനിമ അത് അതിന്റെ നെഗറ്റീവ് അറ്റാക്കുകൾ, കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ അറ്റാക്കുകൾ പല രീതിയിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിനെ നമ്മൾ വെറുതെ ഇങ്ങനെ നാട്ടിലിറങ്ങി പഞ്ചായത്തിലെ ഇലക്ഷനിൽ ജയിച്ച് മറ്റേൽ ജയിച്ചെന്ന് പറഞ്ഞിട്ട് ഒറ്റയടിക്ക് ഈസിയാക്കി കളഞ്ഞാലൊന്നും ചിലപ്പോൾ കിട്ടില്ല. സൈക്കോളജിക്കലി യൂത്തൊക്കെ കയ്യിൽ നിന്ന് പോകും. അപ്പോ എമ്പുരാൻ പോലുള്ള ഫിലിം 10 സീൻ കട്ട് ചെയ്ത് 17 സീൻ കട്ട് ചെയ്താലും വീണ്ടും തിയേറ്റർ ഹൗസ്ഫുള്ളാവും, എല്ലാവരും കാണും. ഇപ്പൊ CMഉം ഫാമിലിയും കണ്ടു എന്ന് പറഞ്ഞാൽ ലോകത്തിന് കേരളത്തിലെ എല്ലാ കമ്മ്യൂണിസ്റ്റുകാർക്കുള്ള ആഹ്വാനാണ്. എല്ലാവരും പോയി കാണട പിള്ളേരെ എന്നാണ്. RSSകാരനും ഈ കട്ട് ചെയ്തത് എന്താണെന്ന് അറിയാൻ വേണ്ടി കയറും. കട്ട് ചെയ്തുണ്ടോ എന്നറിയാൻ വേണ്ടി 150 രൂപ കൊടുത്ത് കയറും. 17 സീൻ കട്ട് ചെയ്തു. അപ്പോഴും കലാപം 10-20 മിനിറ്റ് സീനിൽ 10 സീനും 2.5 മിനിറ്റ് 3 മിനിറ്റ് കട്ട് ചെയ്താലും കലാപമായിട്ട് നിൽക്കും. ചെറുത്തുനിൽപ്പായിട്ട് നിൽക്കും. ട്രീറ്റ്മെന്റ് അങ്ങനെ നിൽക്കും. ഇങ്ങനെയാണ് അതിൻ്റെ ഇത്. മാർക്കറ്റിങ്ങിൽ നമ്മൾ അതിൻ്റെ തന്ത്രങ്ങളിൽ നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെയും പോസിറ്റീവ് പബ്ലിസിറ്റിയിലൂടെയും മാർക്കറ്റിംഗ് ഇങ്ങനെ കയറിപ്പോകും. സിനിമയ്ക്ക് 150 കോടി രൂപ ചിലവുണ്ട്. ഇപ്പോൾ 500 കോടിയെങ്കിലും കിട്ടിയില്ലെങ്കിൽ അത് മുതലാവില്ല. 200 കോടി കിട്ടിയാലും ജസ്റ്റ് മേല് തൊഴാണ്ട് പോകും. 300 കോടി കിട്ടണം. അപ്പോൾ നമ്മൾ കൊടുക്കാൻ തയ്യാറാണ്. നമ്മുടെ ഈ ജനതയ്ക്ക് ഇത് കൗതുകമുണ്ടല്ലോ. എന്തായാലും നമ്മൾ മികച്ച യുദ്ധ സിനിമകൾക്കും സ്പിൽബർഗ് സിനിമകളും, ഞാനാണെങ്കിൽ പ്രൈവറ്റ് റയാൻ, സേവിങ് പ്രൈവറ്റ് റയാൻ പോലുള്ള സിനിമകൾ, അതിന്റെ ഫസ്റ്റ് 10-20 മിനിറ്റ് 30 മിനിറ്റ് ഫൈറ്റാണ്. 20 മിനിറ്റ് ഭീകര ഫിലിമാണ്. 5 ഓസ്കാറൊക്കെ കിട്ടിയുള്ള സിനിമ സേവിങ് പ്രൈവറ്റ് റയാൻ, സ്പിൽബർഗിന്റെ ഷിൻഡ്ലേഴ്സ് ലിസ്റ്റ്. വേൾഡ് ക്ലാസിക്കൽ കമേഴ്ഷ്യൽ സിനിമകളിലും ആചാര്യന്മാരാണ്. പക്ഷെ ഒരു ചരിത്രം എടുക്കുമ്പോൾ എത്ര റിയൽ ആയിട്ടാണ് അത് ചെയ്യുന്നതെന്നുള്ളത് പഠിക്കണം. അപ്പോൾ അങ്ങനെയുള്ള ഒരു ട്രീറ്റ്മെന്റ് കണ്ടിട്ട് നമ്മൾ ഇതിൻ്റെ ആദ്യത്തെ ഈ അറ്റാക്കിംഗ് സീനൊക്കെ കാണുമ്പോൾ നമുക്കൊരു കൗതുകം തോന്നും, എന്ത് എന്നുള്ളത് തോന്നും. ഞാൻ സേവിങ് പ്രൈവറ്റിന്റെ മൈക്രോ ഡീറ്റെയിലിംഗ് അത് കണ്ടവർക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ ഈ ബ്രേവ് ഹാർട്ട് പോലെയുള്ള വാർ ഫിലിമും ഒരുപാട് ബെൻഹർ ഒരുപാട് ലോക സിനിമകളിലകത്ത് വളരെ ഡീറ്റെയിൽ ചെയ്തുകൊണ്ട് തന്നെ പലതും വരുന്നുണ്ട്. പക്ഷെ വർണ്ണമുറിക്കെതിരെയുള്ളതും നമ്മുടെ വർഗീയതയ്ക്കെതിരെയുള്ള സിനിമകൾ നമ്മുടെ നാട്ടിൽ നിന്ന് കുറവാണ്, ലോകത്തിൽ നിന്ന് കുറവായി മാറുന്നു എന്നുള്ളതാണ്. അങ്ങനെയുള്ള സമയത്ത് ഒരു സിനിമ ഇങ്ങനെ വരുമ്പോൾ ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ട്. മെർസിൽ പോലുള്ള സിനിമ നമ്മൾ ചർച്ച ചെയ്യണം. മെർസിൽ വന്നപ്പോൾ ഉടനെ പ്രശ്നം ഉണ്ടാക്കിയിരുന്നു. നോട്ട് നിരോധനത്തിനെതിരെ ഒരു ഡയലോഗ് ഉണ്ടെന്ന് പറഞ്ഞു. വിജയനെതിരെ മുഴുവൻ കലാപം ചെയ്തു. സത്യം പറഞ്ഞാൽ എന്താ ഇതിങ്ങനെ സത്യം തുറന്നു പറയാൻ പറ്റാതെ വരുന്നുണ്ടോ? സത്യം ചരിത്രത്തിൽ കിടക്കുന്നുണ്ട്, പുസ്തകങ്ങളിലുണ്ട്, 100 കണക്കിനുണ്ട്. ഇപ്പൊ തെഹൽക്കയുടെ ഇന്റർവ്യൂ ബജ്രംഗ് ഇയാളായിട്ട് ബന്ധപ്പെടുത്തി കൃത്യമായിട്ട് അയാൾ ക്രിമിനൽ ആണെന്നുള്ളതൊക്കെ വ്യക്തമാക്കപ്പെട്ടാണ്. ഇതെല്ലാം പുസ്തകങ്ങളിലൂടെ നമ്മുടെ ദൃശ്യഭാഷയിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ നാടകത്തിലേക്ക് വരുമ്പോഴാണ് വേറെ അനുഭവിപ്പിക്കൽ നടക്കുന്നുണ്ട്. അത് അപകടമാണ്. നമ്മൾ പുസ്തകം തീസിസ് ഒക്കെ വായിച്ചോ, പക്ഷെ വിഷ്വൽ ലാംഗ്വേജിൽ കഥാപാത്രങ്ങളായിട്ട് ഇത് ആക്ടിങ്ങിലൂടെ വൈകാരിക തലം തൊട്ട് മനുഷ്യന്റെ ഹാർട്ടിലേക്ക് ഇത് കൊടുക്കുന്ന സമയത്ത് എവിടെയോ ശത്രുവിന് മനസ്സിലാവുന്നുണ്ട്. ഇത് കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കും. നിങ്ങൾ 10 തീസിസ് 10 വോളിയം സയൻസ് എൻസൈക്ലോപ്പീഡിയ എഴുതിക്കോ, കലാപത്തെ കുറിച്ച് ശല്യം ചെയ്യില്ല. ഒരു കഥാപാത്രം ഒരു സോളോ അത് ചെയ്താലും, അബൂബക്കറിന്റെ അമ്മ പോലെയുള്ള കരുവള്ളും മുരളിയുടെ രജിത മോദി ചെയ്തൊരു സോളോ, ഒരു ഗുജറാത്ത് കലാപത്തിലെ കേസായിട്ട് ബന്ധപ്പെട്ട മുസ്ലിം സ്ത്രീ ഒരു സോളോ ആയിട്ട് വന്നാൽ പ്രശ്നമാണ്. ഒരു ഷോർട്ട് ഫിലിം വന്ന പ്രശ്നമാണ്, റീൽസ് വന്ന പ്രശ്നമാണ്, സിനിമ വന്ന പ്രശ്നമാണ്, മോണാക്ട് വന്ന പ്രശ്നമാണ്. അതായത് വൈകാരിക തലത്തിൽ തൊട്ടിട്ടാണ് അഭിനേതാക്കൾക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഫിലിമിന്റെ ദൃശ്യഭാഷ, അപ്പൊ നമുക്ക് കമൽഹാസന്റെ സിനിമകൾ നോക്കാം. വിക്രം അത് പോട്ടെ, അയാളുടെ ഹേ റാം പോലുള്ള സിനിമ വിഷ്വലി അത് കൊടുക്കുന്നൊരു ഇമ്പാക്റ്റ് ഉണ്ട്. ഗോഡ്സ് എങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരുന്ന സമയത്ത് പാരലായിട്ട് വേറൊരു നേതാവ് ഡെവലപ്പ് ചെയ്ത് വന്നിരുന്നു, ഗാന്ധിയെ കൊല്ലാൻ. ഹേ റാം എത്ര മനോഹരമായിട്ടാണ് പുള്ളി അത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടിരുന്നത്. അത്ര സംഗതികൾ വരുമ്പോഴാണ് ഇവർക്ക് കണ്ണു തുറക്കുന്നത്. ഇത് അപകടമാണ്, നിരോധിക്കണം, നമുക്ക് സീൻ കളയണം.
ഞാൻ ചോദിക്കട്ടെ, BBC നരേന്ദ്രമോദി റിയൽ ഒരു സംഭവം, അത് ഒരു ഡോക്യുമെന്ററി വന്നപ്പോൾ നിരോധിക്കാനുള്ള ശ്രമം ഭയങ്കരമായിരുന്നു. കാരണം സത്യമാണ്. മോദിയുടെ 2 decades, അതിങ്ങനെ ഒരു കണക്ക് വെച്ചിട്ട് അതിൻ്റെ ടൈറ്റിൽ ഞാൻ മറന്നുപോയി. BBC-യുടെ ഡോക്യുമെന്ററി ആയിരുന്നു. അത് നിരോധിക്കാൻ എന്ത് ശ്രമം അവിടെ നടത്തിയത്. എന്നിട്ടും പലയിടത്തും ഏറ്റെടുത്ത് കളിച്ചു. നമ്മൾ പലയിടത്തും SFIക്കാരും DYFIക്കാരൊക്കെ ഏറ്റെടുത്ത് കളിച്ചു. ആനന്ദ് പടുവരുന്നതിൻ്റെ ഡോക്യുമെന്ററികളെല്ലാം ഈ വർഗീയത, ഭീകരമായിട്ട് വർഗീയത എങ്ങനെയാണ് ഇന്ത്യയിൽ വളർന്നു വന്നതെന്നുള്ളതാണ്. ഈ പറഞ്ഞ റാം കെ നാമമൊക്കെ നമ്മൾ നമ്മുടെ ഒരു സാക്ഷരതയുടെ ഒരു മിഷനിൽ ഇതൊന്നും ഉൾപ്പെടുത്തിയിട്ട് എല്ലാ ക്യാമ്പസുകളിലും കളിപ്പിക്കണം എന്നുള്ള. ഇപ്പൊ നമ്മൾ എടുക്കണം, റാം കെ നാമം എടുത്ത് കളിപ്പിക്കണം. മെർസില് പോലെയുള്ള, അല്ലെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ വെമ്പുരാൻ പോലെയുള്ള സിനിമ ചിലപ്പോൾ ക്യാമ്പസിൽ കളിപ്പിക്കാൻ പറ്റില്ലായിരിക്കും. കാരണം കണ്ടന്റ് 4K ഇതിന്റെ ഇതിൽ വരുന്നതാണ്, ക്യൂബ് ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഒരു പക്ഷെ അത് വൈഡായിട്ടുള്ള റിലീസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ റാം കെ നാം പോലെയുള്ള ആനന്ദ് പടുവറിന്റെ എടുത്തിട്ട് വീണ്ടും നമ്മൾ ചർച്ചയ്ക്ക് വെക്കണം. എങ്ങനെയാണ് ഹിന്ദു വർഗീയതയോട് വളർന്നു വന്നത്? SFIയും DYFIയും വിചാരിച്ച് നടക്കൂടെ? പുരോഗമന എല്ലാ സാഹചര്യങ്ങളും വിളിച്ചാൽ നടക്കും. എല്ലാ സംഘടനകളും നടക്കും, നടക്കും, വരും, നന്മയും ഒക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞ അങ്ങനെ ഇതിന് പാരലായിട്ട് നമ്മൾ ചില സ്പേസുകൾ ഉണ്ടാക്കിയെടുത്തിട്ട് വേണം ചർച്ച വേറെ രീതിയിൽ കൊണ്ടുവരാനായിട്ട്. ചില പുസ്തകങ്ങൾ, K. സഹദേവന്റെ പുസ്തകമൊക്കെ ഉണ്ട്, മുറിവേറ്റ രാഷ്ട്രം എന്ന് പറഞ്ഞിട്ട്, നരേന്ദ്രമോദിയുടെ ഇതായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ്. അതിന്റെ ഡിസ്കഷൻ നമ്മൾ ചേർപ്പിലൊക്കെ വെച്ചിരുന്നു. പക്ഷെ അതിന്റെ വിഷ്വൽ ലാംഗ്വേജ് അത് ശക്തമായിരിക്കും. ഇതിപ്പോൾ പുസ്തക ചർച്ചയാണ്. അപ്പൊ ഇങ്ങനെ ഈ ബദലായിട്ടുള്ള സംവാദങ്ങളുടെ സ്പേസ് കൊണ്ടുവന്നിട്ട് നമ്മളത് ലൈവാക്കണം. എല്ലാ ലൈബ്രറികളും, എല്ലാ വായനശാലകളും, എല്ലാ യൂണിവേഴ്സിറ്റി SFIയുടെ ആണ്. SFIക്കും കൂടിയാണ് ഞാനിത് പറയുന്നത്. എല്ലാ യൂണിവേഴ്സിറ്റി SFI ആണ്. എന്ത് സംശയം? ആരോഗ്യ സർവകലാശാല അടക്കം എല്ലാ യൂണിവേഴ്സിറ്റി 18-നും 22-നും ഇടയിലുള്ള കുട്ടികളുടെ ബഹുഭൂരിപക്ഷം വരുന്ന യൂണിവേഴ്സിറ്റികളെല്ലാം SFIയുടെ അല്ല. ഞാൻ വീണ്ടും പറഞ്ഞു, SFIക്ക് ഇതേപോലെ അലൻ റേയുടെ നൈറ്റ് ആൻഡ് ഫോഗ് മുതൽ ഒരു ലിസ്റ്റ് ഇടണം, ഒരു 100 സിനിമകൾ. അത് കളിച്ചിരിക്കും, ക്യാമ്പസുകളിൽ കളിച്ചിരിക്കും, ചർച്ചയുണ്ടാക്കും. K. സഹദേവന്റെ മോദി ഭരണം, മുറിവേറ്റ രാഷ്ട്രം ചർച്ചയ്ക്ക് വെച്ചിരിക്കും. പ്രൊഫസർ വി അരവിന്ദാഷിന്റെ സമുന്നയവും സംഘർഷവും വെച്ചിരിക്കും. കൊസാംബിയുടെ പുസ്തകങ്ങൾ ചർച്ചയ്ക്ക് വെച്ചിരിക്കും. ശങ്കാലിയുടെ രാമായണ പഠനങ്ങൾ വച്ചിരിക്കും. എന്താണ് മിത്ത്, എന്താണ് റിയാലിറ്റി വ്യക്തവും. മിത്ത് ആൻഡ് റിയാലിറ്റി ചർച്ചയ്ക്ക് വെച്ചിരിക്കും. കൊസാംബിയുടെ ഇന്ത്യയുടെ ആത്മാവ് വീണ്ടും വീണ്ടും ചർച്ചയ്ക്ക് വെച്ചിരിക്കും, വെക്കണം. സമന്വയ സംഘർഷം പോലുള്ള പ്രൊഫസർ വി അരവിന്ദാഷ് മാഷ പുസ്തകം ചർച്ചയ്ക്ക് വെക്കണം. പരിഷത്തും ഒക്കെ സഹകരിച്ചുകൊണ്ട്. എന്തുകൊണ്ട് അത്തരം ഒരു ബദൽ സംവിധാനം നമ്മൾ വരുന്നില്ല? ഫിലിമിൽ 100 കണക്കിന് സിനിമകളുണ്ട്. പസോളിന്റെ സോഡം പോലെയുള്ള സിനിമ വെക്കണം. എന്താണ് ഫാസിസം? തീട്ടം തിന്നിക്കുന്ന ഫാസിസം എന്താണെന്ന്. പസോളിനെ പള്ളിയൊക്കെ ജീപ്പുമ്പോ വലിച്ച് കെട്ടിയിട്ട് കൊന്നുകളഞ്ഞ രക്തസാക്ഷിയാണ് അയാളൊക്കെ. നിസ്സാര കളിയല്ല. ഞാനൊക്കെ എത്രയോ മുമ്പ് കണ്ടിട്ടുള്ളതാണ് പസോളിന്റെ ഫിലിംസ്, ബുനുവലിന്റെ ഫിലിംസ്, ഖുദാർദിന്റെ ഫിലിംസ്, സോളനോസ് കെറ്റിനോട്, അവർ ഓഫ് ദ ഫർണേസസ്, തീച്ചുളകളുടെ മുഹൂർത്തം പോലുള്ള സിനിമകൾ 80-കളിലെ കണ്ടതുകൊണ്ടാണ് ഈ സംസാരിക്കുന്നത്. മലയാള സിനിമ, ഇന്ത്യൻ സിനിമയ്ക്കൊന്നും ആ റേഞ്ചിൽ അതിശക്തമായ രാഷ്ട്രീയ സിനിമകൾ ഉണ്ടാക്കാൻ നടന്നില്ല. പക്ഷെ ഡോക്യുമെന്ററിയിൽ പടുവർദ്ധൻ 75 മുതൽ ഈ പറഞ്ഞ അടിയന്തരാവസ്ഥക്കെതിരെയുള്ള ഡോക്യുമെന്ററി മുതൽ എത്രയോ ഫിലിംസ് കളിച്ചിട്ടുണ്ട്. എന്തോ നമ്മൾ ഏറ്റെടുക്കാത്ത 3 മണിക്കൂർ, 6 മണിക്കൂർ, 4 മണിക്കൂറൊക്കെ ഉണ്ടാവും ചില ഡോക്യുമെന്ററി. ചർച്ചയ്ക്ക് വെക്കണമെന്നേ. മൂലധനം 3 വോളിയുണ്ട്. വായിച്ചു തരണമെങ്കിൽ എത്ര 3 മാസം കൊണ്ട് വായിക്കൂ. കുറേ വായിച്ചിട്ടുണ്ട് ഞാൻ. 1-ാം വോളിയം ഒരുവിധം പൂർണ്ണം വായിച്ചിട്ടുണ്ട്. 2-3 പ്രധാന പോയിന്റുകൾ വായിച്ചു. ഞാൻ ഇപ്പോഴും ഫുള്ള് വായിച്ചിട്ടില്ല ഈ മൂലധനം പോലും. പക്ഷെ ഇമ്പോർട്ടൻറ്റ് സ്ഥലങ്ങളിലൊക്കെ നമ്മൾ റെഫർ ചെയ്യും. വാട്ട് ഈസ് ടു ബി ഡൺ, ലെനിൻ വായിക്കും. സ്ത്രീമോദനത്തെ പറ്റി ലെനിൻ വായിക്കും. ട്രേഡ് യൂണിയനെ പറ്റി വായിച്ചിട്ടുണ്ട്. ഇതൊക്കെ പണ്ട് വായിച്ചിട്ടുണ്ട് 80-കളിൽ. ഞാൻ വെറുതെ പറയുന്നല്ല. നമ്മൾ ഒരു സംവാദാത്മകമായിട്ടുള്ള വളരെ സ്റ്റെബിലിറ്റിയുള്ള ഈ രാഷ്ട്രീയ സംവാദത്തിന് ഊർജം പകരുന്ന ഒരു ജനതയെ ഉണ്ടാക്കണം. സാർത്ര വായിക്കണം, എല്ലാം വായിക്കണം, ഓഷോയും വായിക്കണം, നിസ്സാരമില്ല. അങ്ങനെയുള്ള ഒരു പ്രത്യേക ഒരു ഭൂമിക, നമുക്ക് ഒരു സാംസ്കാരിക ഭൂമികയുടെ അകത്താണ് നമ്മൾ എമ്പുരാൻ എന്ന് പറയുന്നത്. എമ്പുരാൻ ഒരു അജണ്ടയാണ്, അനുവദിക്കുന്ന അജണ്ടയാണ്, അതിനെ എതിർക്കുന്ന ഒരു അജണ്ടയാണ്. കേരളത്തിൽ കലാപുണ്ടാക്കാൻ പറ്റുമോ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പേരുകൾ വീണ്ടും വീണ്ടും അന്തർജിത്രം ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് തന്നെയാണ് ഇതിന്റെ അടിസ്ഥാന ലക്ഷ്യം. കാരണം ആകെ കൂടി ഇന്ത്യയിൽ ഇപ്പോൾ പിടിച്ചു നിൽക്കാവുന്ന ഒരു സ്ഥലം കേരളം മാത്രമാണ്. അതിനെ അന്തർജിത്രം ഉണ്ടാക്കി കഴിഞ്ഞാൽ അവരുടെ പ്രശ്നം തീർന്നു.
പിന്നെ കോൺഗ്രസ്സുകാരൊക്കെ എപ്പോൾ വേണമെങ്കിൽ വിലയ്ക്ക് വാങ്ങാം. ഇനി എമ്പുരാന്റെ പൊളിറ്റിക്സ് കമ്മ്യൂണിസ്റ്റുകാർക്ക് ഒട്ടും ഗുണമുള്ള പൊളിറ്റിക്സ് അല്ല. അത് ലൂസിഫർ വരുന്നത് 2019 ഇലക്ഷന് മുമ്പാ. പ്രിയദർശിനി, കോൺഗ്രസ് കുടുംബം, ജതിൻ രാമദാസ് അവരെ പ്യൂരിഫൈ ചെയ്ത് കോൺഗ്രസിന്റെ അജണ്ടയിൽ അഹിംസവാദികളായ കോൺഗ്രസിന്റെ പ്യൂരിഫിക്കേഷൻ നടത്തിക്കൊണ്ടുവേണം. അത് സ്റ്റീഫൻ നെടുമ്പുള്ളി ചെയ്യും. ഇന്റർനാഷണൽ ഈ ഡ്രഗ് മാഫിയ, ഈ മഞ്ജു വാര്യർ ഹസ്ബൻഡിന്റെ ക്യാരക്ടർ, അതിനെതിരെ ശക്തമായിട്ട് ഉയർത്തി നിൽക്കുന്ന കോൺഗ്രസ് പ്രസ്ഥാനം ഒട്ടും മോശമല്ല. 19-1 ലോക്സഭ ഇലക്ഷൻ അവർ ജയിച്ചത്. ഇപ്പോഴും 19-1. ഇതും കോൺഗ്രസിനെ ബൂസ്റ്റ് ചെയ്യും. മുരളി ഗോപി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അനുകൂലമായിട്ടൊരു തേങ്ങയും ചെയ്തിട്ടില്ല ഇതിനകത്ത്. കമ്മ്യൂണിസ്റ്റുകാരൊക്കെ ചൊറിമാന്തിരിക്കുന്ന കുറച്ച് നേതാക്കന്മാരെന്നുള്ള രീതിയിലാണ് മുരളി ഗോപിയുടെ സ്ക്രിപ്റ്റ്. BJPക്ക് പണി കൊടുത്തിട്ടുണ്ട് RSSന്. പക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ എന്താ റോള്? കോൺഗ്രസ് ലീഡറും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലീഡറും തമ്മിൽ ശിവജി ഗുരുവായൂരേട്ടനും സായികുമാറും വർത്താനം പറയുന്ന ആരോട്ട യൂണിറ്റ് മതി. നമ്മളിങ്ങനെ കാത്തിരിക്കുക ഒന്നില്ല എന്നൊക്കെ ഉള്ളതല്ലേ. അറസ്റ്റ് വരിക്കും എന്ന് പറഞ്ഞ് വരുന്ന അയ്യോ വേണ്ട അയ്യോ വേണ്ട അയ്യോ വേണ്ട എന്നൊക്കെ പറയുന്ന ശിവജി ഗുരുവായൂരേട്ടൻ റോള്. കാരണം അറസ്റ്റ് വരിച്ചാൽ അത് പോപ്പുലർ ആവും. അത് മഞ്ജു വാര്യർ ക്യാരക്ടറിന് വളരെ കൃത്യമായിട്ടാണ്. എന്നിട്ട് ആക്ഷേപഹാസ്യം പോലെ ശിവജി ഗുരുവായൂരേട്ടന്റെ ക്യാരക്ടർ പാർട്ടി സെക്രട്ടറി. പാർട്ടിക്ക് ഒരു ഗുണവും ചെയ്യില്ല കേട്ടാ. പക്ഷെ കോൺഗ്രസ്സുകാർക്ക് ഭയങ്കര ബൂസ്റ്റിംഗ് ആയ സിനിമ. കോൺഗ്രസിനകത്ത് ഈവിളുണ്ട്. ഈവിൾ ലോകത്തിന് ഈവിൾ ടു ഈവിളാണ്. അടുത്ത 3-ാം ഭാഗം ചൈനയാണ് ഈവിൾ എന്നാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ സെൻസർ ബോർഡിന് ഭയങ്കര ഇഷ്ടമാവും. ഫുൾ അനുവദിക്കും. കാരണം ശത്രു ചൈനയാണല്ലോ 3-ാം ഭാഗത്തില്. അപ്പൊ സെൻസർ ബോർഡ് ഒന്നും കട്ടിയില്ല, കൃത്യം അനുവദിക്കും. ഇതൊക്കെ ഉച്ച നേരത്ത് ഞാനിരുന്ന് പറയുന്നത് ചില സമയത്ത് ഇങ്ങനെ പറഞ്ഞേ പറ്റൂ. മനസ്സമാധാനത്തോടെ ഉറങ്ങാനാ. മനസ്സമാധാനം ഉണ്ടാവില്ല, അറിയാം. അപ്പൊ ചൈനയാണ് 3-ാം ഭാഗത്തിൽ ശത്രു എന്ന് വ്യക്തമായി. മറ്റേ ഖുറേഷി സ്റ്റീഫൻ നെടുമ്പുള്ളി പ്രശ്നങ്ങളൊക്കെ തീർന്നു. സ്റ്റീഫൻ നെടുമ്പുള്ളി ഇവിടുന്ന് പോയിട്ട് ചൈനയ്ക്കെതിരെ യുദ്ധം ചെയ്യാൻ പോയിരിക്കുന്നുട്ടാ. നെടുമ്പുള്ളിയിൽ നിന്ന് MLA ആയിട്ട് നിന്നു 2-ാം ഭാഗത്തില്. അപ്പം ഒന്ന് ആലോചിച്ചു, കോൺഗ്രസിനെ പ്യൂരിഫൈ ചെയ്യണം. ഇന്ത്യ മുന്നണിയിൽ ലീഡ് ചെയ്യുന്നത് കോൺഗ്രസ് ആണല്ലോ. അപ്പോൾ അതിനകത്ത് പയ്യൻ ശരിയല്ല. പ്രിയങ്ക ഗാന്ധിക്കും മറ്റേ സോണിയാഗാന്ധിക്കും ഒക്കെ ഭയങ്കര ഗുണം ചെയ്യുന്ന രീതിയിലാണ് ഇതിന്റെ ഈ പ്രിയദർശിനി എന്നുള്ള പേര് കൊണ്ട് മഞ്ജു വാര്യർ ക്യാരക്ടർ. നിങ്ങൾ ശ്രദ്ധിക്ക്, മഞ്ജു വാര്യർ പെർഫെക്റ്റ് ചെയ്തിട്ടുണ്ട്. അഭിനേതാക്കളൊന്നും മോശമല്ല. മോഹൻലാലിന് വൈകാരിക നിമിഷങ്ങളൊന്നും കൊടുത്തില്ല. ഫേസ് എക്സ്പ്രഷൻ അധികം സ്ട്രെസ് ചെയ്യാൻ പറ്റുന്ന. ഞാനിങ്ങനെ ആലോചിച്ചു, മഞ്ജു വാര്യരും മോഹൻലാലും തമ്മിൽ അപ്പച്ചനെ കുറിച്ച് പറയുന്ന, രാമദാസിനെ കുറിച്ച് പറയുന്ന വൈകാരികമായ ഒരു യൂണിറ്റ് ആക്ട് ചെയ്യാനായിട്ടുള്ളൊരു യൂണിറ്റ് കൊടുത്താൽ മതിയായിരുന്നു. പക്ഷെ ആളിങ്ങനെ യന്ത്രം പോലെ നടക്കും, നോക്കും, ഫൈറ്റ് ചെയ്യും, ഫൈറ്റ് ചെയ്യും. ഒരു റോബോട്ട് പോലെയാണ് അത്. ആ റോബോട്ട് സ്റ്റൈലിലാണ് പുള്ളിയുടെ പരിപാടികൾ. വൈകാരിക തലത്തിൽ തൊടുന്ന ഒരു എലമെന്റും ഇല്ല. കമേഴ്ഷ്യൽ സിനിമകളെല്ലാം രജനീകാന്ത് മുതൽ വിജയ് മുതൽ കമലഹാസനൊക്കെ വൈകാരിക മുഹൂർത്തം വരുന്ന ഒരു ഇന്റീരിയർ സീന്, ഒരു ലോൺലി ആയിട്ടുള്ള സ്ഥലം, അവർക്ക് കരയാനും ചിരിക്കാനും പറ്റുന്ന 2-3 സീനുകൾ എപ്പോഴും ക്രിയേറ്റ് ചെയ്യും, ബുദ്ധിപരമായിട്ട് ക്രിയേറ്റ് ചെയ്യും. ഇപ്പൊ ലിയോ എടുത്താൽ തന്നെ ബെഡ്റൂം സീനിൽ പൊട്ടിക്കരയുന്ന കമലഹാസന്റെ വിക്രമും എല്ലാം വലിയ വൈഡ് ക്യാൻവാസിലെ ഫൈറ്റുള്ള സിനിമകളിൽ പോലും ഒരു ലോൺലി സീനുകൾ ഉണ്ടായി. ഹേറാമിലുണ്ട്. അയാളുടെ മാഫിയക്കെതിരെ, മറ്റേ ഡ്രഗ് മാഫിയക്കെതിരെയുള്ള ഫൈറ്റ് ചെയ്യുന്ന സിനിമ. മറ്റേ കമലഹാസന്റെ സിനിമ ഈ അടുത്തെന്തോ ഡ്രഗ് മാഫിയ സിനിമ എന്ന് ഞാൻ പറഞ്ഞു, മറ്റേന്റെ കോപ്പിയാന്ന് പറഞ്ഞു. വേട്ടയാട് വിളയാട് അങ്ങനെയുള്ള. അപ്പൊ അതിനകത്തൊക്കെ ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കും അവര്. അത് ഈ സ്ക്രിപ്റ്റിനകത്തൊരു സൈലന്റ് സീൻ ഉണ്ടാക്കും. അത് മോഹൻലാലിന് വേണ്ടി കൊടുത്തിട്ടില്ല. ജസ്റ്റ് ഇങ്ങനെ നോക്കുന്നു, യന്ത്രം പോലെ പോകുന്നു. ഇങ്ങനെ സാച്ചുറേറ്റഡ് ആയിട്ട് ഫീലിംഗ് ഒക്കെ നഷ്ടപ്പെട്ടൊരു മനുഷ്യനൊക്കെ പറഞ്ഞ് വ്യാഖ്യാനിക്കാൻ വേണമെങ്കിൽ. പക്ഷെ പുള്ളിയുടെ ആക്ടിങ് സ്ഥലങ്ങൾ ലിമിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. യന്ത്രം പോലെ ഇങ്ങനെ പോയി ഇടിക്കുക, ആളുകളെ 2 ഡയലോഗ് പറയാന്നൊക്കെയുള്ള രീതിയിൽ വന്നിട്ട് അത് മഞ്ജു വാര്യർ കറക്റ്റായിട്ട് സ്കോർ ചെയ്തിട്ടുണ്ട്. പ്രിയദർശിനി എന്നുള്ള രീതിയിൽ ഫോക്കസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ കോൺഗ്രസിന് ഗുണം ചെയ്യും. സിനിമ ആത്യന്തികമായിട്ടൊരു കോൺഗ്രസ് അനുകൂല പ്രോ കോൺഗ്രസ് സിനിമയാണ്. കൂട്ടത്തില് ഈ BJPക്കെതിരെ ഒരു കുന്തമ്മന തൊടുത്തുവിടാൻ പറ്റുന്നു.
അപ്പം അതൊരു അജണ്ടയാണെന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. ഞാൻ ഇതിനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ ലോക സിനിമകളുടെ മുഴുവൻ ചരിത്രം നമ്മൾ പറയുന്നുണ്ട്. ഫിലിം അത് മീഡിയ ഫോർ ദി ഡയറക്ടർ. സംവിധായകൻ തീരുമാനിക്കുന്നതിനപ്പുറത്തേക്ക് ഒന്നും സംഭവിക്കില്ല. സിനിമയിൽ സംവിധായകനാണ് ഓൾ ഇൻ ഓൾ. അയാൾ പറയുന്ന എഡിറ്ററോട് ഇത്ര ഷോട്ട് വേണം, ഇത്ര ക്ലോസപ്പ് വേണം, ക്യാമറമാൻ എടുത്തിട്ടുള്ള ഷോട്ടുകൾ 10,000 ഷോട്ടുണ്ട്, നമുക്ക് 10 ഷോട്ട് മതി, അല്ലെങ്കിൽ 100 ഷോട്ട് മതി, എക്സ്ട്രീം ക്ലോസ് ഇത്ര വേണം. അത് അങ്ങനെയാണല്ലോ അതിൻ്റെ തിയറി. വൈഡ്, മിഡ്, ക്ലോസ്, ബിഗ് ക്ലോസ്, എക്സ്ട്രീം ക്ലോസ് അപ്പ് പറഞ്ഞ ഒരു തിയറികളുണ്ട്. നമ്മുടെ 2 കണ്ണുകൊണ്ട് കാണുന്നതിന് നമ്മൾ ഒന്നും കൂടി അടുത്ത് സൂക്ഷ്മത്തിൽ കാണുന്ന, മൈക്രോസ്കോപ്പിക് ആയിട്ട് കാണുന്ന, 3-ാം കണ്ണുകൊണ്ട് കാണുന്ന ഷോട്ടുകളുണ്ട്. അപ്പം അത് ക്യാമറയുടെ മാത്രമാണ്. നമ്മളിങ്ങനെ ചുറ്റിങ്ങനെ നോക്കുന്ന ഒരു പാനിങ്, ക്യാമറ പാൻ ചെയ്യുമ്പോൾ അതിൽ ഇന്ന ഡീറ്റെയിൽ വേണം, സൂം ചെയ്തിട്ട് ഇന്നുള്ള ഒരു വണ്ട് അല്ലെങ്കിൽ ഒരു 8 ക്ലോസപ്പ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്യാമറമാനോട് പറഞ്ഞിട്ട് ഡയറക്ടറാണ് ടേക്ക് എടുത്ത് വയ്ക്കുന്നത്. സ്ക്രിപ്റ്റിൽ അത് എടുക്കും. അത് സ്ക്രിപ്റ്റ് റൈറ്റർക്ക് അറിയണമെന്നില്ല. അത് സ്ക്രിപ്റ്റ് റൈറ്റർ ജനറലായിട്ട് എഴുതി പോയിട്ടുണ്ടാവുമല്ലോ, ഷോട്ടൊന്നും എഴുതില്ല. അതിനെ ഡീറ്റെയിൽ ചെയ്തിട്ട് ഷോട്ടാക്കിയിട്ട് ടേബിളിൽ വന്നിട്ട് എഡിറ്ററോട് പറയുന്നത് അതിൽ വൈഡ് ഇന്ന് കഴിഞ്ഞാൽ നമ്മൾ തിയറി വെച്ച് മിഡ് വേണം അല്ല, നമുക്കൊരു കാര്യം ചെയ്യാം, ക്ലോസ് ചെയ്യും തുടങ്ങാം, ആ ഒരു സീക്വൻസ് ക്ലോസ് ചെയ്യും തുടങ്ങാം എന്ന് ഡയറക്ടർ തീരുമാനിച്ചാൽ അതങ്ങനെയാണ്. ഈ ചെവിയുടെ എക്സ്ട്രീം ക്ലോസപ്പ് ചെയ്യുന്നത് തുടങ്ങുകയാണ് താർക്കോസ്കി ഒരു സിനിമയിൽ. ചെവിയുടെ എക്സ്ട്രീം ക്ലോസപ്പിൽ കേൾവി ഈ സോളാരിസാന്ന് തോന്നുന്നു. ഈ ചെവിയുടെ എക്സ്ട്രീം ക്ലോസപ്പ് ചെയ്യുന്ന ഇങ്ങനെ തുടങ്ങിയിട്ട് ഇങ്ങനെ വരികയാണ്. ഡയറക്ടർ തീരുമാനിക്കണം അങ്ങനെയാണത് ഞാനത് എഡിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കും എന്ന് പറഞ്ഞാൽ പിന്നെ അത് എഡിറ്റർ കേട്ടേ പറ്റൂ. ക്യാമറമാൻ പോലും ഔട്ടാണ്. കാരണം എടുത്തു വെച്ച് പോയിട്ടുണ്ട്. എവിടെ ഉപയോഗിക്കാന്നൊന്നും ക്യാമറമാൻ അറിയില്ല. പക്ഷെ എഡിറ്ററും ക്യാമറമാൻ ചിലയിടത്ത് ഉണ്ടായേക്കാം, പക്ഷെ സംവിധായകനും ഇരുന്നിട്ടാണ് ചെയ്യുന്നത്. മെക്കനാസ് ഗോൾഡ് പോലുള്ള സിനിമയിൽ കഴുകന്റെ ഏറ്റവും 10 കിലോമീറ്റർ അപ്പുറത്തുള്ള കഴുകന്റെ കണ്ണിൽ നിന്നാണ് തുടങ്ങുന്നത് ഒരു ഷോട്ട്. ഞാൻ 80 രാഗത്തിൽ കണ്ടതാണ് മെക്കനാസ് ഗോൾഡ്. ആ കണ്ണിൽ നിന്ന് പിന്നോട്ട് സൂം ബാക്ക് ചെയ്യുമ്പോഴാണ് മനസ്സിലാവുന്നത് 10 കിലോമീറ്റർ അപ്പുറത്ത് ഒരു ചെങ്കുത്തായ പാറയുടെ മുകളിലിരിക്കുന്ന കഴുകനെയാണ് കാണിക്കുന്നത്. അത് ഡയറക്ടർ തീരുമാനിക്കണം ആ ഷോട്ടിൽ നിന്നാണ് ഫിലിം തുടങ്ങേണ്ടത്. അപ്പൊ സംവിധായകന്റെ കലയാണ് സിനിമ. അയാൾ ചെയ്ത് നന്നായാ നല്ലത്. നടന്മാരെയൊന്നും കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. കാരണം ഇന്ത്യൻ 1 അതിഭീകരമായിട്ട് അഭിനയിച്ചിട്ട് മികച്ച നടൻ നാഷണൽ അവാർഡ് കിട്ടിയ കമലഹാസൻ ഇന്ത്യൻ 2 വരുമ്പോൾ എലിപോലും ഉറാമ്പിലായി പോയി. ആരുടെ പ്രശ്നമാണ്? സംവിധായകന്റെ പ്രശ്നമാണ്. അതിലുണ്ട് ഈ ചുറ്റുഭാഗത്ത് അഴിമതി വരുന്നതും അതിനെതിരെ പോരാട്ടങ്ങളും ഈ പറഞ്ഞ വർഗീയത എല്ലാം വരുന്നുണ്ട് അതിനകത്ത്. പക്ഷെ 1 ക്ലിക്ക് ചെയ്ത പോലെ 2 ക്ലിക്ക് ചെയ്തിട്ട് ഉപയോഗിച്ചില്ല, പറ്റുന്നില്ല. ആരുടെ പരാജയ? കമലഹാസന്റെ പരാജയമല്ല, സംവിധായകന്റെ പരാജയ. നാടകത്തിൽ സംവിധായകൻ ഉണ്ട്, പക്ഷേ അവസാന കളം നടീനടന്മാരുടെ കയ്യിലാണ്. എല്ലാം ഡിസൈൻ ചെയ്ത് പ്ലാൻ ചെയ്തിട്ട് കർട്ടൻ പൊന്തിയ സംവിധായകൻ ഔട്ടും. അവസാനത്തെ 2 മണിക്കൂർ അഭിനേതാക്കളുടെ കയ്യിലാണ്. ഇത് അവസാനത്തെ 2 മണിക്കൂർ എഡിറ്ററും സംവിധായകന്റെ കയ്യിലാണ്. സംവിധായകന്റെ കയ്യിലാണ് സിനിമ. എഡിറ്റർ പോലും ഒരു ടൂളാണ്. എനിക്ക് ഈ കണ്ണിന്റെ ഇത്ര സ്പ്ലിറ്റ് ചെയ്ത് വേണം, അത് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് വേണം, ഇങ്ങനെ ഒരു സ്പെഷ്യൽ എഫക്റ്റിൽ വേണമെന്ന് ഡയറക്ടർ തീരുമാനിച്ചാൽ അതിങ്ങനെ ഡിസോൾവ് ചെയ്യണം, ഇങ്ങനെ പോകണമെന്ന് പറഞ്ഞ് ചെയ്തു കൊടുത്തേ പറ്റൂ. നാടകത്തിൽ എഡിറ്റർ ഇല്ല, സംവിധായകനുണ്ട്. മൊത്തം കൺട്രോൾ ചെയ്യുന്ന, കോമ്പോസിഷൻ കൺട്രോൾ ചെയ്യുന്ന ഒരാളുണ്ട്. പക്ഷെ അവസാനം അത് നടന്മാരായാൽ കൊടുത്താൽ പിന്നെ ഇയാൾ ഇങ്ങനെ ടെൻഷൻ അടിച്ച് BP അടിച്ച് നിൽക്കാനേ പറ്റുള്ളൂ. പുറത്ത് ഇങ്ങനെ അവനെ ഡയലോഗ് ടൈമിങ് തെറ്റി ഇതൊക്കെ പറഞ്ഞ് ഒരു രക്ഷയില്ല. അത് ആ സാമ്രാജ്യം നടന്മാരുടെ കയ്യില്ല. അത് വിട്, അത് വേറെ മീഡിയയാണ്. അത് അടുത്തടുത്ത് നമ്മൾ ത്രസ്റ്റ് സ്റ്റേജിൽ അടുപ്പിച്ച് കുറെ നാടകം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി നടന്മാർ വിചാരിച്ചാൽ മാത്രമേ നാടകം വിജയിക്കുള്ളൂ, ഫൈനൽ. പക്ഷെ സംവിധായകൻ വിചാരിച്ചാൽ ഒരു സിനിമേനെ കൊല്ലാനും പറ്റും, ജീവൻ കൊടുക്കാനും പറ്റും. അപ്പോൾ ഡയറക്ടറുടെ മാത്രം സിനിമയാണ്. സ്ക്രിപ്റ്റ് റൈറ്റർ എഴുതി വെച്ചു എത്ര ഷോട്ട് എടുക്കണമെന്നുള്ളത്. വളരെ അപൂർവമായിട്ട് സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിനൊക്കെ സെറ്റിൽ പോലെ അടുപ്പിക്കുള്ളൂ. MTയുടെ സ്ക്രിപ്റ്റിലൊക്കെ പിന്നെ ഷോർട്ട് വൈസ് എഴുതി വെച്ചിട്ടുണ്ടെന്നുള്ള കഥ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോട്ടെ, നമ്മൾ വീണ്ടും എമ്പുരാനിലേക്ക് വരാം. വർഗീയത ഇന്ത്യയിൽ അത് അത്ര നിസ്സാരമായിട്ടുള്ള എലമെന്റ് അല്ല. കൃത്യമായിട്ടും അതിൻ്റെ ഒരു മെഷീനറി ഉണ്ട്. അതായത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ നശിപ്പിച്ച് തന്നെ അത് ഒതുങ്ങുള്ളൂ. കോൺഗ്രസിലുള്ളവരെ കാശ് കൊടുത്ത് വാങ്ങാൻ പറ്റും. ഇപ്പം ഇതിനകത്ത് പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടി കോൺഗ്രസ്സുകാരെ പ്യൂരിഫൈ ചെയ്ത് നന്നാക്കി എടുക്കണം. പ്രിയദർശിനി, നിങ്ങൾ ഫീൽഡിൽ ഇറങ്ങണം. ഇറങ്ങിയ പക്ഷേ ഇരുന്നിട്ട് പറയണു ഞാനാണ് ഇവിടുത്തെ ലീഡർ, ഞാനാണെല്ലാം, ഏകാധിപത്യം എന്നൊക്കെ പറയുന്ന രീതിയിൽ അവർ വരുന്നു. അതുപോലും ജനാധിപത്യപരമല്ല.
മറ്റുള്ളവർ ഇവരെ അംഗീകരിക്കുന്നതിന് പകരം അവരങ്ങ് ഏറ്റെടുക്കുകയാണ്. ഞാനിവിടെ വന്നാൽ ഈ സ്ഥാനം എനിക്ക് കിട്ടണം എന്ന് പറഞ്ഞൊരു സീക്വൻസ് ഉണ്ട് അതിനകത്ത്. കോട്ടെ, അടുത്ത 3-ാം ഭാഗത്തിൽ നോക്കാം ഇവരാണോ ശത്രുവായി മാറുന്നതെന്നുള്ളത്. നമുക്ക് 3-ാം ഭാഗം നോക്കാം. അപ്പോ അങ്ങനെ അധികാരം എന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഞാൻ പവറിലിരിക്കണം എന്ന് പറയുന്ന അങ്ങനെ കൊണ്ടുവന്നു. അപ്പൊ ബാക്കിയുള്ളതിനെ നമുക്ക് എതിരെ. അപ്പൊ സ്റ്റീഫൻ നെടുമ്പുള്ളി ഉണ്ട്. ബലം അതാണല്ലോ, കാട്ടില് ഫൈറ്റൊക്കെ കഴിഞ്ഞിട്ട് രക്ഷപ്പെടുത്തുന്ന സ്റ്റീഫൻ നെടുമ്പുള്ളി. മോഹൻലാല് ഒറ്റയ്ക്ക് ഒരു ഇന്റർനാഷണൽ മാഫിയയുടെ കൂട്ടുകെട്ട്, കൊടികള്, ഫൈറ്റേഴ്സ് അന്ന് രക്ഷകൻ പോലെ വന്നിരിക്കും. അങ്ങനെ കോൺഗ്രസ് പ്രസ്ഥാനത്തെ നവീകരിക്കുന്ന രീതിയിൽ BJPയുടെ ചില കാര്യങ്ങൾ തുറന്നു കാണിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളൊക്കെ ഈ ചൊറുമാതിരിക്കുന്ന വേറെ പണിയൊന്നും ഇല്ലാത്ത ആൾക്കാരായിട്ട് ശിവജി കുരാരന്റെ ക്യാരക്ടർ ഇവിടെ ഒരു ഉള്ള സ്ഥലത്ത് ഇഷ്ടം പോലെ ഓടി നടന്ന് പണിയെടുക്കുന്നുണ്ട് ഇവിടുത്തെ DYFI പിള്ളേരുമൊക്കെ. അതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല. അത്തരം സ്ക്രിപ്റ്റുകൾ തന്നെ ഇല്ല. അതിപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടീന് അനുകൂലമായിട്ടുള്ള സ്ക്രിപ്റ്റുകൾ പോലും DYFIക്കാരെന്ന് പറഞ്ഞാൽ LC സെക്രട്ടറി പറഞ്ഞ കൊട്ടേഷൻ കാത്തിരിക്കുന്ന കള്ളുടിച്ചിരിക്കുന്ന കുറേ പിള്ളേർ മാത്രമാണ്. ഇവിടെ ചോര കൊടുക്കാൻ പോകുന്നുണ്ട്, ചോറ് കൊടുക്കാൻ പോകുന്നുണ്ട്, ഇഷ്ടംപോലെ ഓടി നടക്കുന്നുണ്ട്. അതൊന്നും സ്ക്രിപ്റ്റിലുണ്ടാവില്ല. അത് വേറെ സംസാരിക്കേണ്ട വിഷയം. അപ്പം അങ്ങനെയാണ് എമ്പുരാന്റെ ഈ സംഭവം വരുന്നത്. നമ്മൾ കാണേണ്ടത് അമേരിക്കൻ സാമ്രാജ്യത്വം മുതൽ എങ്ങനെയാണ് പുത്തൻ സാമ്രാജ്യത്വം ഡോമിനേറ്റ് ചെയ്ത് അഖിലേന്ത്യാ ലോക നിലവാരത്തിൽ ഗ്ലോബൽ തലത്തിൽ ഡോമിനേറ്റ് ആയിട്ട് നിൽക്കുന്നത്. ആയുധക്കച്ചവടമാണ് ആ വിഷയം. ആയുധക്കച്ചവടം നടത്തിയില്ലെങ്കിൽ അമേരിക്ക ഇല്ല. അവരുടെ ചാനലിൽ ഇരുന്നിട്ട് നമ്മൾ ഈ പറയുന്നത് കേട്ടോ, ഫേസ്ബുക്കിൽ. ആയുധക്കച്ചവടമാണ് അവരുടെ മാർക്കറ്റിംഗ് തിയറി. അപ്പൊ 3-ാം കട ആയുധം കൊടുക്കുള്ളൂ, അതിന് യുദ്ധം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും, കലാപം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. 3-ാം കട ആയുധം കൊടുത്തിട്ട് അത് വിറ്റഴിക്കപ്പെടും. യുദ്ധം നിർത്തിയിട്ടൊന്നും അവർക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഇമ്പീരിയലിസ്റ്റിന് ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല. കാരണം യുദ്ധമാണ് അവരുടെ സാംസ്കാരിക പ്രവർത്തനം. നമ്മൾ ഈ കവികളും കലാകാരന്മാരും യുദ്ധത്തിനെതിരെ സംസാരിക്കുന്നത് ശരിയാണ്. നമുക്ക് 650 കോടി മനുഷ്യർ വിളിച്ചു പോകുന്ന രീതിയിൽ എത്തണം. വിയറ്റ്നാം വാർ വന്നപ്പോൾ അമേരിക്കയിലെ വിദ്യാർത്ഥികളാണ് അമേരിക്കക്കെതിരെ സംസാരിച്ചത്. ഹോജിമേൻ വെറുതെ ജയിച്ചു എന്നല്ല. അമേരിക്കയുടെ സ്ട്രീറ്റുകളിൽ അമേരിക്കൻ വിദ്യാർത്ഥി സമൂഹം അമേരിക്കക്കെതിരെ വിയറ്റ്നാമിന് അനുകൂലമായിട്ട് സംസാരിച്ചു. ചെഗുവേര എങ്ങനെ ഇത്രയും ശക്തനായിട്ടുള്ളൊരു പോരാളിയായിട്ടും ഒരു രക്തസാക്ഷിയായിട്ടും നമ്മുടെ ഉള്ളിൽ നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ഇവിടുത്തെ പുന്നപ്രവയലാറും ഒക്കെ ഉണ്ട്. ഭഗത് സിംഗിനേക്കാളും ഭഗത് സിംഗ് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ എത്തിയിട്ടുള്ളൂ. പക്ഷെ ലോകത്തിന്റെ ഈവിൾ എന്ന് പറയുന്നത് ലോക സാമ്രാജ്യത്തിനെതിരെയാണ്, യുദ്ധവറിക്കെതിരെയാണ്, ഇമ്പീരിയലിസ്റ്റിനെതിരെയാണ് ചെഗുവേര ഫൈറ്റ് ചെയ്തത്. അതുകൊണ്ടാണ് അദ്ദേഹം ഇത് വലിയൊരു ഇമേജായിട്ട് നിൽക്കുന്നത്. ആ ഇമേജിനെ ബ്രേക്ക് ചെയ്യുന്ന രീതിയിൽ അമേരിക്കൻ സാമ്രാജ്യത്വത്തിനെതിരെ പോരാടാൻ തീരുമാനിക്കുന്നവരെ വരുള്ളൂ. അതിനേക്കാളും ഹൈലൈറ്റ് ചെയ്ത് ഇമേജ് വരണമെങ്കിൽ അത്ര എളുപ്പമല്ല അത്. കാരണം ചെഗുവേര വന്നിരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. ഇപ്പോൾ ഈ ഫിഡൽ കാസ്ട്രോ വന്നിരിക്കുന്ന സ്ഥലമുണ്ട്. അപ്പൊ അതിന്റെ തുടർച്ചകളാണ് ഇതൊക്കെ. യുദ്ധവെറിയന്മാരുടെ തുടർച്ചയാണ് ഈ കലാപവെറിയും വർണ്ണവെറിയും എന്നൊക്കെ പറയുന്നത്. അവർ സ്പോൺസർ ചെയ്യിക്കുകയാണ്. കലാപുണ്ടാക്കിയിട്ട് വിൽക്കണം. 650 കോടി മനുഷ്യരിൽ നമുക്കൊരു 10 കോടി 20 കോടി 50 കോടി വരെയുള്ള മനുഷ്യരെ കിട്ടിയാൽ മതി. ടെററിസം 50 കോടിയുടെ അകത്ത് എത്ര കോടിയുടെ മാർക്കറ്റിംഗ് നടക്കും, എത്ര കോടിയുടെ കച്ചവടം നടക്കും? നമ്മൾ ഈ ഐസ്ക്രീമൊക്കെ കഴിക്കുന്ന പോലെയല്ലല്ലോ. അവര് മൊബൈൽ പറഞ്ഞ ഗണ്ണൊക്കെ മേടിച്ചിട്ട് ഐസ്ക്രീം പോലെ ഇങ്ങനെ നക്കി തുടച്ചിട്ടാണ് കൊണ്ടു നടക്കുക. അങ്ങനെ എത്ര കോടികളുടെ ആയുധങ്ങൾ, എത്ര കോടികളുടെ മിസൈലുകൾ കൂടി ഉണ്ട്. ഏറ്റവും നമ്പർ 1 എന്ന് പറയുന്ന ഇതൊന്നും ആയുധങ്ങളൊന്നും ആർക്കും കൊടുക്കില്ല. അതൊക്കെ റിസർവാണ്, പേടിപ്പിക്കാൻ വെച്ചിരിക്കും. രാഷ്ട്രങ്ങൾ തമ്മിലുള്ള കളിയാണ്. 3-ാം കട ആയുധങ്ങൾ വിറ്റഴിക്കുക. അങ്ങനെയാണ് ഉക്രൈൻ യുദ്ധമൊക്കെ നടക്കുന്നത്. മണിപ്പൂർ കലാപമാണെങ്കിൽ നോക്കി 3-ാം കട ആയുധങ്ങളെ കൊടുക്കുള്ളൂ. അപ്പൊ ഈ ആയുധ കച്ചവടത്തിന്റെ അകത്ത് സിനിമയിൽ ഇത്തരം ഒരു സീനുകളിലൂടെ കമേഴ്ഷ്യൽ സിനിമ, പലരും ഈ സിനിമയ്ക്കെതിരെയൊക്കെ വർത്താനം പറയുന്നുണ്ട്. ഇതിനേക്കാളും വേസ്റ്റ് ആയിട്ടുള്ള ഇത്ര കമേഴ്ഷ്യൽ സിനിമകൾ വരുമ്പോൾ രക്ഷമിണ്ടാത്തവരിരുന്നിട്ട് ഇതിനകത്ത് വർഗീയ കലാപം കാണിച്ചു. ഇത് ഫിലിം ലാംഗ്വേജിൽ ഭയങ്കര മോശമാണ്. ഞാൻ നേരത്തെ പാരഞ്ചത്തിന്റെ കാര്യം പറഞ്ഞില്ലേ, കമേഴ്ഷ്യൽ സിനിമയാണ്, ആർട്ട് ഫിലിം ഒന്നുമല്ല. ശത്രുവിനെതിരെ ആഞ്ഞടിക്കാനായിട്ടുള്ള ആ ആയുധത്തെ അങ്ങനെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. എന്താ മോശം? അയാൾ തങ്കലാൻ ചെയ്തു അതിനിടയിൽ. നിങ്ങൾ ആരെങ്കിലും കണ്ടോ? ദളിതന്റെ ആ ഒരു സ്വർണം എടുക്കുന്ന മനുഷ്യന്റെ അനുഭവം വിക്രം ചെയ്ത് അങ്ങനത്തെ കോടികൾ ഉണ്ടാക്കിയോ സിനിമ? പിന്നെ ഇത് വന്നില്ലേ നമ്മുടെ സൂര്യയുടെ ഫിലിം, നാഷണൽ അവാർഡ് കൊടുക്കേണ്ട സിനിമയാണ് തട്ടിക്കളഞ്ഞു വരും. സൂര്യയുടെ വക്കീലായിട്ടുള്ള സിനിമ. അപ്പോൾ അത് അവകാശ സമരത്തിന്റെ വേറൊരു തലങ്ങളാണ്. അത്തരം ഫിലിംസ് ഉണ്ട്. ഓവർ കമേഴ്ഷ്യലിസം ഇല്ലാതെ തന്നെ എടുക്കപ്പെടുന്ന സിനിമകളാണ് അതൊക്കെ.
അപ്പോൾ അങ്ങനെയുള്ള ഫിലിംസ് ഒരു ഭാഗത്തുണ്ട്. വളരെ പതിഞ്ഞ രീതിയിൽ നമ്മളിവിടെ അരികും ഒക്കെ കാണുന്നുണ്ട്. ഒരുപാട് പതിഞ്ഞ രീതിയുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ താളത്തിൽ നിന്ന് വിട്ടിട്ട് സിനിമയുടെ എന്തോ സ്ലോ പേസിലൂടെ പോകുന്ന ഒരുപാട് ഫിലിമുകൾ വരുന്നുണ്ട്. ജീവിതത്തിന് ചെറുതും വലുതും സ്പീഡും കുറവും സൈലൻസും വയലൻസും ഉള്ള വ്യത്യസ്ത താളമുണ്ട്. അതിനെ ചേർത്തുകൊണ്ട് സ്ക്രിപ്റ്റ് ഉണ്ടാക്കുക. നമ്മുടെ ഒരു പഞ്ചായത്തിൽ 10 തവണ ഒന്നും നടക്കുക. ഈ സംവിധായകരും തിരക്കഥാകൃത്തുകളും ചെയ്യേണ്ടത് വാർഡിലൊക്കെ ഒന്ന് വെറുതെ നടക്കുക. ചന്തയിൽ പോവുക, ആസ്പത്രിയിൽ പോവുക, എന്നിട്ട് നമ്മളൊരു AC റൂമിൽ നിന്നൊക്കെ ഇറങ്ങി ഒന്ന് നടക്കണം. ഇങ്ങനെ ചുറ്റി നടന്നാലേ മനസ്സിലുള്ളൂ തെരുവ് എന്താണ്, കവല എന്താണ്, രാത്രി എന്താണ്, പകലെന്താണ്. അതിനകത്ത് സംവാദങ്ങൾ, ചായക്കടയിലൊക്കെ പോയി സംവാദം നടത്തണം. അങ്ങനെയൊക്കെ പണ്ട് കാലത്തൊക്കെ എഴുതപ്പെട്ട നല്ല സിനിമകൾ അങ്ങനെയാണ് വന്നത്. അങ്ങനെ തയ്യാറാക്കപ്പെടുന്നതിനകത്ത് ഈ സ്പീഡ് സീനുകളും സ്ലോ സീനുകളും അതിൻ്റെ ഡയലക്ടിക്സ് കൃത്യമായിരിക്കും. അല്ലെങ്കിൽ ഒരാളിങ്ങനെ നടന്നു കയറുമ്പോൾ ക്യാമറ വെച്ച് അങ്ങനെ നടന്നു കയറുന്ന ഇങ്ങനെ കാണിക്കും. നടന്നു കയറുന്നതിനിടയിൽ അയാൾ എത്ര വേർപ്പിന്റെ തുള്ളികൾ, എത്ര കാലുമ്പോ പരിക്ക് പറ്റിയെന്നൊന്നും ഷോട്ടുകൾ, നേരത്തെ പറഞ്ഞ എക്സ്ട്രീം ക്ലോസ് ഷോട്ടുകൾ വരില്ല. അരവിന്ദം മുതലുള്ള ദുരന്തം അത്. നടക്കുകയാണെങ്കിൽ ക്യാമറ വെച്ചു, അത് കട്ടൻ ചായ കഴിക്കാൻ ഡയറക്ടർ പോയി, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇപ്പൊ പറയും ചാക്കോടെ എന്തിക്കട അരവിന്ദിനെതിരെ സംസാരിക്കാൻ എന്താ അർഹത? ഞാൻ പറഞ്ഞ ജീവിതത്തെ നാടകക്കാരെന്നുള്ള രീതിയിൽ നടന്ന് കാണുമ്പോൾ രാത്രിയും പകലിനെ കുറിച്ചും ലൈറ്റ് ആൻഡ് ഷെയ്ഡിനെ കുറിച്ചും നല്ല ധാരണയിലൂടെ പറയുന്നത്. സിനിമയിൽ രാത്രിയും പകലും ചേരുന്ന ഡയലക്റ്റിക്കൽ കൃത്യമായ സീനുകൾ വേണം. ഡേ നൈറ്റ് സീനുകൾ, ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ വളരെ മനോഹരമായിട്ട് കാവ്യാത്മകമായിട്ട് ചേർക്കാൻ പറ്റും. എക്സ്പ്രഷൻ വൈസ് ചെറുതും വലുതുമായ മുഹൂർത്തങ്ങൾ, നിശബ്ദമായി നോക്കിയിരിക്കുന്ന മുഹൂർത്തങ്ങൾ, ചടുലമായി സംസാരിക്കുന്നത്, ഇതൊക്കെ ലൈഫിലുണ്ട്. ആരെ നമ്മൾ കടഞ്ഞെടുക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ കച്ചവട സിനിമയുടെ ഫോർമാറ്റിൽ അത്രയും ഡീറ്റെയിൽസ് വരുന്നില്ല. സാധാരണ തൊഴിലാളികളൊക്കെ ഉണ്ടോ? എമ്പുരാനിൽ തന്നെ സാധാരണ തൊഴിലാളികൾ കടന്നു പോകുന്ന സീനുകൾക്ക് ഇമ്പോർട്ടൻറ്റ് സീനുകൾ ഉണ്ടോ? ഈ തട്ടുകട നടത്തുന്നവരും ചന്തയും ഒന്നുമില്ല എനിക്ക്. പക്ഷേ അത് ടാർഗറ്റ് ചെയ്യുന്നുണ്ട് ഒരു സംഭവത്തിന്. അതിൻ്റെ ഹൈലൈറ്റ് ഗോത്ര കലാപത്തിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഒരു വ്യക്തിപരമായിട്ടുള്ള ഫൈറ്റ് ആണെങ്കിൽ പോലും അങ്ങനെ തന്നെയാണ് കൊണ്ടുവരുന്നത്. വ്യക്തിപരമായിട്ടുള്ള ഒരാൾ ഹീറോനെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ജനതയാണ്. സൂപ്പർമാനൊക്കെ കാണുന്ന പോലെ തന്നെയാണ് ഇവിടെ കാണുന്നത്. കാരണം ഈ ഭക്തിയുടെ എലമെന്റിലാണ് ഹീറോനെ കാണുന്നത്. ഇപ്പോഴും ദൈവം രക്ഷിക്കുന്നു ജനിക്കുന്ന ജനതയുണ്ടല്ലോ ഇവിടെ. മൃതാന്തമയും ഇവരൊക്കെ രക്ഷിക്കുന്നത് അങ്ങനെ ഉണ്ടാക്കപ്പെട്ടിട്ടുണ്ടല്ലോ, കോടികൾ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ അവര്, നാട്ടുകാർ കൊടുത്ത കാശല്ലേ. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ ഹീറോ വർഷിപ്പൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ ഒരു പാർട്ടിയുടെ ലീഡർ രക്ഷിച്ചേക്കും. നമ്മൾ സ്വയം മാസ്റ്റേഴ്സ് ആവുന്നിടത്തേക്ക് സ്വയം നമ്മുടെ ക്രിയേറ്റിവിറ്റിയും സ്വയം നമ്മുടെ സംഘാടനവും നമ്മുടെ ചെറിയ ചെറിയ സിനിമകളും ചെറിയ ചെറിയ നാടകങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ആയിരക്കണക്കിന് ഷോർട്ട് ഫിലിമുകളും റീലുകളും ഒരുപക്ഷെ നമ്മൾ ആലോചിക്കുന്നത് ജനകീയ സിനിമയിൽ അമ്മ കയറിയതിനു ശേഷം പിന്നീട് ഇവന്റെ ക്രൈം പോലെ സുദേവന്റെ സിനിമ നെയ്ത്തുകാരനും ഒക്കെ ഒരു ഈ പറഞ്ഞ 16,000 പേര് ഇടിച്ചിടുന്ന ഹീറോമാരല്ലാത്ത അനുഭവങ്ങൾ പാളിച്ചുള്ള സത്യന്റെ ക്യാരക്ടറും പൊളിറ്റിക്കൽ അവയർനെസ് ഉള്ള ഇഷ്ടം പോലെ കഥാപാത്രങ്ങൾ ഉണ്ടാക്കപ്പെടണം. നമ്മുടെ നാട്ടിൽ സംഭവിക്കുമ്പോൾ ഒരു പെട്ടിക്കടക്കാരൻ പോലും രാഷ്ട്രീയം പറയും, ഒരു ഓട്ടോറിക്ഷക്കാരൻ, ഒരു മത്സ്യത്തൊഴിലാളി സ്ത്രീ, കണ്ടംപററി പൊളിറ്റിക്സ് പറയും. എന്ത് സെന്റിമെന്റൽ വാല്യൂ മാത്രം കഥാപാത്രങ്ങൾ കൊടുക്കുന്നത്? പൊളിറ്റിക്കൽ അവയർനെസ് ഉള്ള കഥാപാത്രങ്ങളെ ക്രിയേറ്റ് ചെയ്യണ്ടേ? അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന സിനിമകളുടെ ചരിത്രം എടുത്ത് നോക്കും. നിങ്ങൾ നോക്കും, നാഷണൽ അവാർഡ് കിട്ടിയ പല സിനിമകളിലും മന്ദബുദ്ധികൾക്കാണ് നാഷണൽ അവാർഡ്. എന്തേ പിജാനി വിഗ്രഹത്തെ തുപ്പുന്ന ഒരു നാഷണൽ അവാർഡ്, ഒരു നെയ്ത്തുകാരനിലെ ഒരു രാഷ്ട്രീയ ബോധമുള്ള അപ്പമ്മ സ്ത്രീക്ക് നാഷണൽ അവാർഡ്, ആക്രോശ് സിനിമ രാഷ്ട്രീയ ബോധമുള്ള, അങ്ങനെ വളരെ അപൂർവം കുറെ ഫിലിമുകളിൽ മാത്രമാണ് ഈ സോഷ്യൽ അവയർനെസ് ഉള്ള കഥാപാത്രങ്ങൾ. കൊടിയേറ്റം ഗോപിക്ക് നാഷണൽ അവാർഡ് കിട്ടി. കാര്യങ്ങൾ തിരിച്ചറിവുന്നില്ലൊരു നിശബ്ദ നന്മ നിറഞ്ഞൊരു മനുഷ്യൻ. ആദാമിന്റെ മകൻ അബു നാഷണൽ അവാർഡ്. അങ്ങനെ ഇവിടെ ബഡ്ജറ്റ് മാറിയതും ലോക യുദ്ധപറിയും കാര്യങ്ങളൊന്നും ഇവർക്ക് അറിയില്ല. ഇതിങ്ങനെ പഞ്ചായത്തിൽ നടക്കും, നല്ല മനുഷ്യരാണ്. പക്ഷെ നന്നായിട്ട് ക്രാഫ്റ്റ് വൈസ് അവരെ ബിഹേവ് ചെയ്യിപ്പിച്ച കാരണം അവർക്ക് അവാർഡുകൾ കിട്ടുന്നു. പക്ഷെ സത്യം പറഞ്ഞാൽ ഈ ഒരു വൈരുദ്ധ്യം ഉണ്ട് അതിനകത്ത്. നാഷണൽ അവാർഡുകളിൽ തന്നെ ഇന്റർനാഷണൽ അവാർഡുകളിലും ക്രൈമായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്കും കിട്ടുന്നുണ്ട്. പൊളിറ്റിക്കൽ അവയർനെസ്, ഇന്ത്യയിൽ കമലഹാസൻ വരുമ്പോഴും പൊളിറ്റിക്കൽ അവയർനെസ് ഉള്ള കഥാപാത്രമാണ്. നിങ്ങൾ പഠിച്ചു നോക്ക്. നാഷണൽ അവാർഡുകളിലും മന്ദബുദ്ധികൾക്ക് എത്ര എണ്ണത്തിന് അവാർഡ് കൊടുത്തിട്ടുണ്ട്? 3-ാം പറ. നല്ല മനുഷ്യൻ കമലഹാസൻ, നന്നായിട്ട് ചെയ്തിട്ടുണ്ട് നാഷണൽ അവാർഡ്. പൊളിറ്റിക്കൽ അവയർനെസ് ഉണ്ട് നമ്മുടെ നാട്ടിലുണ്ടല്ലോ. രാഷ്ട്രീയം പറയുന്ന പെട്ടിക്കടക്കാരനുണ്ട്, ഓട്ടോറിക്ഷ ഡ്രൈവറുണ്ട്, തൊഴിലാളിയുണ്ട്, പോർട്ടറുണ്ട്. പടിഞ്ഞാറക്കോട്ടയുടെ മോഹൻ എനിക്കറിയാം, നന്നായിട്ട് പൊളിറ്റിക്സ് പറയുന്നത്. കെ വേണുവിനോട് സംവാദം നടത്തുന്ന ഒരു മോഹനുണ്ട്. അയാൾ എന്തായെന്ന് അറിയില്ല. ഇപ്പോൾ കെ വേണുവിനോട് സംവാദം നടത്തുന്നതാണ് പോർട്ടർ, പഴയ നക്സലൈറ്റ് മോഹൻ.
ആരെങ്കിലും കാസ്റ്റ് ചെയ്തിട്ടുണ്ടോ, കഥാപാത്രമാക്കിയിട്ടുണ്ടോ? പ്രകാശൻ പോലുള്ള പിന്നെ പുലിജന്മത്തിലെ പ്രിയനന്ദന്റെ കഥാപാത്രം പൊളിറ്റിക്കലാണ്. അങ്ങനെയുള്ളൊരു പ്രത്യേക തലത്തിലുള്ള സിനിമകൾ ഒരു ഭാഗത്ത് ഉണ്ടാവുന്നു. കമേഴ്ഷ്യലി ഇത്തരം സിനിമകൾ ഉണ്ടാവും. അപ്പം നമ്മൾ വീണ്ടും എമ്പുരാനിലേക്ക് വരാം. എമ്പുരാൻ ഈ 10 മിനിറ്റ് കട്ട് ചെയ്താലും വീണ്ടും കോടികളിലേക്ക് അത് പോയിക്കൊണ്ടിരിക്കും. അത് ഒരു 500 കോടി ടാർഗറ്റിൽ മുട്ടിച്ചിട്ടേ അത് നിൽക്കുള്ളൂ. പക്ഷേ കലാപം ഉണ്ടാക്കാൻ നടന്നിട്ടില്ല ഇവിടെ. ഇതിൻ്റെ അപ്പുറത്ത് പിണറായിക്കെതിരെ തിരിച്ചുവിടാനും ക്രമസമാധാന നില ഭദ്രമല്ല എന്ന് വരുത്താനുള്ളൊരു ചെറിയ അജണ്ടകളൊക്കെ നടന്നേക്കും. പക്ഷെ നടന്നില്ല, വിജയിച്ചില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ചില സമയത്ത് സത്യം പറയുന്നത് ഇത്തിരി കളർഫുള്ളായിട്ട് ഓർണമെന്റലായിട്ടാണ് എങ്കിലും പറയുന്നത് ചരിത്രപരമായ സത്യമാണല്ലോ. പ്രൊട്ടക്ഷൻ കൊടുക്കണം. ഡിവൈഎഫ്ഐക്കാരെ പാർട്ടി സഹാക്കളെ ജസ്റ്റ് പോയി കാണണം. പിന്നെ ഇടതുപക്ഷ ഫിലിം മേക്കേഴ്സിന്റെ മനോഹരമായ നല്ല സിനിമകൾ പലരും കാണാത്തവരും ഇതിന് പോയിട്ട് 150 രൂപ കൊടുത്തൊക്കെ കാണുക, എന്തെങ്കിലുമൊക്കെ കണ്ട് ശീലിക്കും. നമ്മൾ ലെഫ്റ്റ് ഫിലിം മേക്കേഴ്സിന്റെ മികച്ച സിനിമകൾ ചിലപ്പോൾ ചെറിയ ബഡ്ജറ്റിൽ 1 കോടിയുടെ താഴെയുള്ള സിനിമകൾക്ക് പോലും ശ്വാസം മുട്ടി നിൽക്കുന്ന ഒരവസ്ഥയാണ്. ഈ ദവാരിക്കുരുവി മുതലുള്ള കുറെ സിനിമകൾ, ഈ പി.ടി. കുഞ്ഞു മുതലേ. പക്ഷെ നമുക്കറിയാം വലിയ 150-150 കോടി ചെലവാക്കിയ സിനിമകളാണ്. കാണണ്ടേ, കാണണം. സംഘപരിവാർ അവരുടെ സിനിമകളായിട്ട് വരും. അതിന് RRR അങ്ങനെ കുറെ ഉണ്ട്. മഹാഭാരത രാമായണം മതി അവർക്ക്. നമ്മുടെ ഈ കാട്ടിക്കൂട്ടുന്നൊക്കെ ഒറ്റയടിക്ക് മുങ്ങിപ്പോകും. വീടുകളിലേക്കൊക്കെ മഹാഭാരത രാമായണം എത്തിച്ചാൽ മതി, അവരുടെ പ്രശ്നം തീർന്നു. അവരുടെ സാംസ്കാരിക പ്രവർത്തനത്തിൽ അത് മതി. ഭഗവത്ഗീതയും ഇനിയിപ്പോൾ എന്താ പറയാനുള്ളത്? ഫിലിം എന്ന് പറയുന്നത് രാഷ്ട്രീയ ബോധമുള്ളവന്റെ കയ്യിൽ സമൂഹത്തിന്റെ ട്രാൻസ്ഫോർമേഷൻ, അത് ദാർശനികവും രാഷ്ട്രീയപരമായ മാറ്റത്തിന് വേണ്ടി, തിരിച്ചറിവിന് വേണ്ടി ഉപയോഗിക്കപ്പെടേണ്ട വെറും എന്റർടൈൻമെന്റ് മാധ്യമല്ല. ഒരു 30% എന്റർടൈൻമെന്റും 70% എഡ്യൂക്കേഷനിലും പെഡഗോജിക്കലായിട്ടുള്ള മാധ്യമമാണ്. ഡെലൂഷിന്റെ വാക്കുകൾ പറഞ്ഞാൽ, ഞാൻ ഡെലൂഷ് ഫ്രഞ്ച് ഫിലോസഫറാണ്, സിനിമയെക്കുറിച്ച് വലിയ തീസിസുകൾ എഴുതിയാണ്, ഞാൻ വായിച്ചിട്ടുള്ളതാണ്. ഡെലൂഷിന്റെ വാക്കുകളിൽ പറഞ്ഞാൽ ഫിലിം ഈസ് എ ക്രിയേറ്റീവ് ആക്ട്. എന്റർടൈൻമെന്റും അല്ല എഡ്യൂക്കേഷനും അല്ല. ഫിലിം മേക്കിംഗ് ഈസ് എ ക്രിയേറ്റീവ് ആക്ട്. ക്രിയാത്മകമായ ഒരു പ്രയോഗമാണത്, പ്രാക്സിസാണ്. ഗ്രാംഷിയുടെ വാക്കുകൾ പ്രാക്സിസ് എന്നൊക്കെ പറയുന്നത് പോലെ. ഡോസ്റ്റോവസ്കി നോവൽ എഴുതാനെടുക്കുന്നതും ദാർശനികമായ വിഷയങ്ങളിലൂടെ, കുറ്റാന്വേഷണ നോവലാണെങ്കിലും ദാർശനികമായ ലോകചരിത്രം മുഴുവൻ സ്വാംശീകരിക്കുന്ന രീതിയിൽ ഡോസ്റ്റോവസ്കി നോവൽ എഴുതുന്ന ഗൗരവം ഫിലിം മേക്കിങ്ങിനുണ്ടെന്നാണ് ഡെലൂഷ് പറഞ്ഞത്. ഡെലൂഷിന്റെ തിയറികളിലൂടെ നമ്മൾ എൻഡ് ചെയ്യാണ്. ഫിലിം കോടികൾ ഇട്ട് ജനങ്ങൾ കാണാൻ വരുമ്പോൾ അവരെ കളിച്ച് രസിപ്പിച്ച് കാര്യം പറയുന്ന തലത്തിലേക്ക് എത്തിക്കുന്ന ക്രാഫ്റ്റ് നിർബന്ധമായിട്ടുണ്ടെങ്കിൽ നന്നായി. അവർ 100-150 രൂപ കൊടുത്തിട്ട് വെറുതെ പൊടി നട്ടി ഹായ് എന്ന് പറഞ്ഞ് പോരും. വെറുതെ ഫലിതം കേട്ട് പോകുന്നതല്ല. അവസാനം പെയിൻഫുള്ളായിട്ടുള്ള മനുഷ്യരാശി നേരിടുന്ന അടിസ്ഥാന പ്രശ്നത്തിന് തൊടുന്ന രീതിയിൽ എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾക്കൊരു കാവടിയാട്ടത്തിന് സിനിമ തുടങ്ങാം, നാടകം തുടങ്ങാം. പക്ഷെ അവസാനിപ്പിക്കുമ്പോൾ ഒരു പെയിൻ വേണം. ചാർലി ചാപ്ലിന്റെ, കുഞ്ചൻ നമ്പ്യാരുടെയൊക്കെ ബ്രെയിൻ നമ്മൾ മനസ്സിൽ നിർത്തിക്കൊണ്ട് എങ്ങനെയാണ് അവർ കളിച്ച് കാര്യമാവുന്നതെന്ന് നോക്കണം. ഹ്യൂമറിലൂടെ എങ്ങനെയാണ് ഈ കുത്തു കൊടുത്തത്, ഹാർട്ടിലേക്കൊരു കുത്ത് ഹ്യൂമറിലൂടെയാണ്. എങ്ങനെയാണ് ഗ്രേറ്റ് ഡിക്റ്റേറ്റർ പോലെയുള്ള, ഞാൻ ആലോചിക്കണത് അമേരിക്കൻ സാമ്രാജ്യത്തിന്റെ അകത്ത്, അത് അമേരിക്കയിൽ ഇരുന്നിട്ടാണ് ചെയ്യുന്നത്. ഹിറ്റ്ലർ ജീവിച്ചിരിക്കുന്നു. ഗ്രേറ്റ് ഡിക്റ്റേറ്റർ പോലെ സിനിമ ചെയ്യുന്നതിന്റെ ഒരു ഗ്രാഫ് ആലോചിച്ചു നോക്കും. ജീവിച്ചിരിക്കുന്ന ഫാസിസ്റ്റിനെ അറ്റാക്ക് ചെയ്യുന്ന സിനിമയാണ് ചാർലി ചാപ്ലിൻ. 45 മുമ്പേ ചെയ്തു. ഹിറ്റ്ലർ എവിടെ എത്തി? സൂയിസൈഡ്. ഇങ്ങനെ തോക്കിൽ അവസാനിച്ചു. സ്റ്റാലിനൊന്നും ആത്മഹത്യ ചെയ്തില്ല. സ്റ്റാലിൻ ഭയങ്കര സ്റ്റാലിൻ വിരുദ്ധതയൊക്കെ പറയും, ആത്മഹത്യ ചെയ്തില്ല. അപ്പൊ അതുകൊണ്ട് ചാർലി ചാപ്ലിനും നമ്മുടെ കുഞ്ചൻ നമ്പ്യാരും മനസ്സിൽ വെച്ചുകൊണ്ട് വേണം വർക്ക് ഓഫ് ആർട്ടിലേക്ക്, നാടകത്തിലേക്കും സിനിമയിലേക്കും മനുഷ്യരെ ചിന്തിക്കാൻ. വിമർശനായുധമാണ്. അതെങ്ങനെ ചെയ്യുന്നു, അത് ഡയറക്റ്റ് പ്രൊപ്പഗാൻഡ രീതിയിൽ ചെയ്യുന്നുവോ ഇൻഡയറക്റ്റ് ലൈഫ് മുഹൂർത്തത്തിൽ ചെയ്യുന്നുവോ, അത് മിടുക്കാണ്. സ്ക്രിപ്റ്റ് റൈറ്റിംഗും സൈലൻസിന്റെ മിടുക്കാണ്. ഓഷോ രജനീഷ് ഡയറക്റ്റ് മുദ്രാവാക്യം വിളിക്കാതെ എങ്ങനെയാണ് ഈ 8ന്റെ പണി കൊടുത്തതെന്നുള്ളത് ബ്യൂറോക്രസിക്കും ചർച്ചിനും ഒരു മത പണ്ഡിതന്മാർക്കും
ഈ യാഥാസ്ഥിതിക്കെതിരെ എങ്ങനെയാണ് അയാൾ പണി കൊടുത്തതെന്നും കൂടി പഠിക്കണം. അതായത് ഇതെല്ലാം ചേരുമ്പോൾ ഇത് ദൃശ്യഭാഷയിൽ ഞാനിപ്പോഴും പറയുന്നു, ഡയറക്ടറുടെയാണ് ഫൈനൽ കട്ട്, അഭിനേതാക്കളുടെയാണ് നാടകത്തിലെ ഫൈനൽ കട്ട്. അപ്പം നിർത്താം. ഇന്നത്തെ ലൈവ് ഇവിടെ നിർത്തുകയാണ്. കാണാത്തവർ മുഴുവൻ പോയിട്ട് എമ്പുരാൻ കാണുക. നിരൂപകര് കാട്ടിക്കൂട്ടുന്ന വലിയ ബുദ്ധിജീവി ഞാൻ ആർട്ടും കിട്ടുന്നതായിട്ട് കാണരുത്. ഹൈടെക് ഉപയോഗിച്ചുകൊണ്ടൊരു സിനിമ, അത് ഈ വർഗീയ കലാപത്തിന്റെ അകത്ത് 15 മിനിറ്റിൽ 2 മിനിറ്റ് പോയാലൊന്നും ഒന്നും സംഭവിക്കില്ല. പേര് പോട്ടെ, ബജ്രംഗ് ആക്കെ കളഞ്ഞാലും നമുക്ക് മനസ്സിലാവും സംഭവത്തിന്റെ ആണ്. പിന്നെ മുണ്ടും മടക്കി കൂട്ടി തോക്കായിട്ട് ആൾക്ക് ഫൈറ്റ് ആക്കുക, ലോജിക്കില്ലാതെ ചുമ്മാ കണ്ടിരിക്കുക, കാർട്ടൂൺ പോലെ കണ്ടാൽ. പക്ഷെ ലൈഫ് തൊടുന്ന ചില മുഹൂർത്തങ്ങളിൽ അതെങ്ങനെ ചെയ്യുന്നു. അതേസമയത്ത് അതിന്റെ പൊളിറ്റിക്സിൽ ഞാൻ പറയുന്നു, ഇപ്പോഴും ഞാൻ ഫൈനലായിട്ട് പറയുന്നു, കോൺഗ്രസിന് അനുകൂലമാണ് ആ സിനിമ. കോൺഗ്രസിനെ പ്യൂരിഫൈ ചെയ്ത് ഇന്ത്യ മുന്നണി നയിക്കുന്നിടത്തേക്ക് എത്തണം. മറ്റുടായ്പകളെയൊക്കെ നമ്മൾ മാറ്റി നിർത്തണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളൊക്കെ അത് അങ്ങനെ തന്നെ തിരിച്ചറിയുമെന്നുള്ള വിശ്വാസത്തിൽ നിർത്തുന്നു. നമ്മൾ നമ്മുടേതായിട്ടുള്ള ചരിത്രം കാണിക്കുന്ന സിനിമകൾ ശക്തമായിട്ട് ഉണ്ടാക്കണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ, ഇറ്റാലിയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രമാണ് ബർട്ടാലുച്ചി ചെയ്തത്. ഇറ്റാലിയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി 2 ഭാഗമാണെന്ന് തോന്നുന്നു അതിന്റെ ഡെവലപ്മെന്റ്. അങ്ങനെ മാസ്റ്റർ പീസായിട്ട് നമ്മൾ പലതും ചെയ്യുന്നുണ്ട്. പുരോഗമന പ്രസ്ഥാനങ്ങൾ എന്താണ്, നവോത്ഥാന മൂല്യം പ്രസ്ഥാനങ്ങൾ എന്താണ്, അങ്ങനെ അപ്പുറത്ത് വെക്കണം. ദൃശ്യഭാഷ വെക്കണം. 1 കോടി 2 കോടി 5 കോടി ഇറക്കിക്കൊണ്ട് ചെയ്യണം. ഇവിടെ 100 കോടി ഒന്നും വേണമെന്നില്ല. ഇനിയിപ്പോ ഈ ബയോഗ്രഫിക്കൽ സിനിമകളിൽ നമ്മൾ കണ്ണൂർ സ്ക്വാഡിനെ കുറിച്ച് പറയുമ്പോൾ മഞ്ഞുമൽ ബോയ്സിനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. ഈ വയലൻസും ഈ പാട്ടും കൂത്തും പ്രേമം ഒന്നുമില്ലാതെ 100, 200, 240 കോടി കളക്ട് ചെയ്തെന്ന് പറയണവര് മഞ്ഞുമൽ ബോയ്സ്. റിയൽ ആ ഒരു ഗുണ കേവിൽ വീണിട്ടുള്ള ഒറ്റ സംഭവം മാത്രമാണ്. സൂപ്പർ സ്റ്റാറുകൾ ആരുമില്ല, 100 പേരെ ഇടിച്ചിടുന്ന സീനും ഇല്ല, 5-6 പ്രണയവും ഇല്ല, ഐസ്ക്രീം സീനുകളും ഇല്ല. സിംപിളി ഒരു യാത്ര പോകുന്നു വരുന്നു. അതായത് ഒരു കണ്ടിന്യൂറ്റി, ഒരു ഫീലിംഗ്, അതിന്റെ സ്പൈനൽ കോഡ്, വൈകാരിക തലം, കുട്ടിമുട്ടിക്കുന്ന തലം. വെറുതെയാണോ ഈ മലയാള സിനിമയിൽ ഈ ഇത്രയും ബഡ്ജറ്റ് ഇറക്കിയിട്ട് റിയലായിട്ട് ആ ജീവിച്ചിരിക്കുന്ന മഞ്ഞൾ ബോയ്സ് പിള്ളേർ പറഞ്ഞല്ലോ, അന്ന് എന്താണോ ഞങ്ങൾക്ക് സംഭവിച്ചത് കൃത്യം അത് തന്നെ ചെയ്തിരിക്കുന്നു. ഒന്നും റൊമാൻറ്റിക് ആയിട്ടില്ല, എക്സാജറേറ്റ് ചെയ്തിട്ട് അവർ ജീവിച്ചിരിക്കുന്നുണ്ട്. മഞ്ഞമ്മൽ 10-15 പിള്ളേര്. ആ ഒരു ഫിലിം മാറ്റി നിർത്തേണ്ടി വരും നമ്മൾ. ബാക്കിയെല്ലാം കാൽപ്പനികമായിട്ട് ഒരുപാട് സെറ്റ് ഡിസൈനിലൂടെയാണ് 2018 പ്രളയമൊക്കെ ചെയ്തു. പക്ഷേ മഞ്ഞുമൽ ബോയ്സ് 240 കോടി കളക്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ അത്ഭുതമാണ്. ഈ മലയാളി അതും കൊടുക്കാൻ തയ്യാറാണ്. മലയാളിയെല്ലാം ഒരുപാട് ഒരു തമിഴ്നാട്ടിൽ നിന്നൊക്കെ വന്നിട്ട് അത് മാറ്റി നിർത്തണം. അപ്പൊ റിയാലിറ്റീനെ ചിലപ്പോൾ തിരിച്ചറിയും. പ്രണയവിലാസം പോലുള്ള നല്ല സിനിമകളും വളരെ ലൈഫുള്ള സിനിമകൾ. പിന്നെ ഞാൻ ഇന്നലെ കണ്ടു, അഭിലാഷം കണ്ടു. വളരെ സ്വാഭാവികമായിട്ടുള്ള റിയലിസ്റ്റിക് ആയിട്ടുള്ള പ്രണയത്തിന്റെ സംഭവമാണ്. മേഘമൽഹാറൊക്കെ പണ്ട് കമൽ ചെയ്ത പോലെ. പക്ഷെ ഒരു ഉപദ്രവമില്ല, നല്ല സിനിമയാണ് അഭിലാഷം. നമ്മുടെ ഉമ്മ ടീച്ചറും ഒക്കെ നന്നായി ചെയ്തിട്ടുണ്ട്, ഷജു കുറുപ്പും. വേറെ ഒരു ഉപദ്രവമില്ല. മനുഷ്യത്വം കുറഞ്ഞ സംഭവം ഉണ്ടല്ലോ. പ്രണയത്തിന്റെ അകത്തും നമ്മൾ മനുഷ്യത്വം വിടരുത്. ഇവിടെ പ്രണയത്തിന്റെ പേരിലും ആസിഡ് ബൾബ് ഇറങ്ങി നടക്കുന്ന കാമുകന്മാരുടെ കാലത്താണ് പഴയകാലത്തെ പ്രണയം, പ്രണയിനി. അതിന്റെ ഒരു സെക്യുലർ സാധനമുണ്ട്. ഹിന്ദു മുസ്ലിം പ്രണയത്തിന്റെ ഒരു എലമെന്റ് ഉണ്ട്. ഈ തിരക്കിന്റെ ഇടയിൽ എമ്പുരാന്റെ തിരക്കിലൊക്കെ നിങ്ങൾ മറന്നു പോകുന്നത്. ജസ്റ്റ് അതും പോയി കാണണം. ഒന്നുമല്ല, ഒരു വിപ്ലവം പറയുന്നില്ല, പക്ഷെ മനുഷ്യത്വം പറയുന്നു. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് പിടിച്ചു വാങ്ങുന്ന ഒരു സാധനമല്ല. അത് നിശബ്ദതയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രസരിപ്പിക്കേണ്ട ഒരു തന്ത്രി, ഈ വീണയുടെ തന്ത്രിയൊക്കെ നീട്ടുന്ന പോലെ അങ്ങനെ മനസ്സിലാക്കപ്പെടുന്നതാണ്. അത് അതുപോലെ ട്രീറ്റ് ചെയ്യാൻ ആ സംവിധായകന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഫിലിമുകളും കടന്നു പോകുന്നുണ്ട്. പക്ഷെ ഈ പറഞ്ഞ വലിയ ക്യാൻവാസിൽ വലിയ രാഷ്ട്രീയം പറയുമ്പോൾ അത് കമേഴ്ഷ്യലായിട്ട് തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. എന്ന് പറഞ്ഞാൽ ഇപ്പുറത്ത് നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ കണ്ട മലയാള സിനിമകളുടെ വയലൻസിനേക്കാളും ഒരു പൊളിറ്റിക്കൽ അജണ്ടയിൽ നിർത്തിക്കൊണ്ടുള്ള വയലൻസ് എന്ന് ചെയ്യുന്ന, അതിന് ഇത്രയും വലിയ ഫോർമാറ്റിൽ ചെയ്യുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എമ്പുരാനും കാണണം, അഭിലാഷവും കാണണം, അരുകും കാണണം. 100-150 രൂപ അങ്ങ് ചെലവാക്കണേ. എന്തോരം വേസ്റ്റ് സാധനങ്ങൾ വാങ്ങിയിട്ട് നമ്മൾ എന്തോരം കാശ് വെറുതെ കളയുന്നു. നല്ല സിനിമയല്ലേ, പോട്ടെ, കച്ചവട സിനിമയാണ്. നമ്മൾ ലുലുമാളിലും പോകുന്നു, ശോഭാ സിറ്റിയിലും പോകുന്നു. എപ്പോഴും
പൂരത്തിന് പോകുമ്പോൾ വെടിക്കെട്ടും കുടമാറ്റവും 5-ാം കാലം കൊട്ടുന്ന പാണ്ടിയും പഞ്ചാരിയും ഒക്കെ ഉണ്ട്. അപ്പോഴും വെടിക്കെട്ടുണ്ട്, നല്ല ഗുണമുണ്ട്. ഗന്ധകത്തിൻ്റെ മണം കിട്ടുന്നല്ലാതെ യോർക്കോളജ് അതും കാണുന്നുണ്ടല്ലോ ജനത. ഉത്സവത്തിൻ്റെ ലഹരിയുണ്ട്. പക്ഷേ അവസാനിപ്പിക്കുമ്പോൾ ഞാൻ പറയാം, സത്യം പറയുന്ന ചെറിയ ചെറിയ നല്ല സിനിമകൾ, സൈലൻസ് ഉപയോഗിച്ച് ചെയ്യുന്ന സിനിമകൾ തിരിച്ചറിയപ്പെടാത്ത രീതിയിൽ ഒരു അന്തഛിദ്രം ബ്രെയിനിൽ എവിടെ കയറുന്നുണ്ട്. മാർക്കോ കാണുമ്പോഴും RDXും മറ്റു വയലൻസുള്ള സിനിമകൾ ഇങ്ങനെ കൊടുത്ത് പണി, അങ്ങനെ കുറേ കൊട്ടേഷൻ ആ സിനിമകളിലൊക്കെ വരുമ്പോൾ ഈ ഒരു പ്രശ്നം വരുന്നുണ്ട്. നാളെ നിങ്ങൾ സത്യസന്ധമായിട്ടൊരു കാര്യം പറഞ്ഞാൽ ചിലപ്പോൾ ഈ സഹനശക്തി ഇല്ലാത്തൊരു കാണികളുടെ ഒരു സമൂഹത്തെ നിർമ്മിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടാവും. ആ നിർമ്മിക്കപ്പെട്ട സമൂഹം എന്ന് പറയുന്നത് നാളെ മുതൽ അന്തഛിദ്രം ഉണ്ടാകും. അതിൻ്റെ ആത്യന്തികമായ ടാർഗറ്റ് എല്ലാ കൊട്ടേഷൻ മാഫിയ സിനിമകളിലും അല്ലെങ്കിൽ ഈ പറഞ്ഞ മയക്കുമരുന്നായിട്ടുള്ള ലോബികളിലും ടാർഗറ്റ് മൊത്തം ഒരു പുരോഗമന ഇടതുപക്ഷ പ്രസ്ഥാനത്തെ തകർക്കുക എന്നുള്ളതാണ്. അതിന് അന്തഛിദ്രം വരുത്തിക്കൊണ്ട് ശിഥിലമാക്കുക എന്നുള്ള ഒരു വാർഫെയറാണ്. മൊബൈൽ എടുക്കുമ്പോൾ 10 തവണ കട്ട് ചെയ്ത് വീണ്ടും വിളിക്കേണ്ടി വരുന്നത് പോലും ഒരു വാർഫെയറാണ്. ഞാൻ അങ്ങനെയാണ് അതിന് റീഡ് ചെയ്യുന്നത്. ഒരു അന്തഛിദ്രം ഉണ്ടാക്കുന്നൊരു മെഷീനറി ഉണ്ട്. സത്യം പറയുന്ന സിനിമകൾ ചെറുതാണെങ്കിലും ഓടി വന്ന് കാണണം. അത് അരികാണെങ്കിലും തടവാണെങ്കിലും ചെറിയ ഒരുപാട് സിനിമകൾ. ആ ചെറുതിനെ നമ്മൾ മറക്കരുത്. വലിയ മാളുകളിൽ കയറുമ്പോഴും കുടിൽ വ്യവസായവും കുടുംബശ്രീയുടെയും നല്ല ഭക്ഷണം തരുന്ന സ്ഥലങ്ങളും മറന്നു പോകരുത്. ഓക്കെ, താങ്ക് യു. ചാക്കോ ടി അന്തിക്കാട്. ഇപ്പം മീനാരാജ് ഇവിടെ ലൈനിൽ വരുമ്പോഴാണ് ഫാലിമി പോലുള്ള സിനിമ, ഒരുപക്ഷെ പരിവാർ പോലുള്ള എന്തൊക്കെ പറയുമ്പോഴും ഒരു മരണം അതിൻ്റെ ഒരു സംഗതി അന്തരീക്ഷത്തിൽ നിർത്തിക്കൊണ്ട് ഏറ്റവും ചെറിയ നല്ല സിനിമകളാണ് ഈ വന്നു പോകുന്നത്. വലിയ വെടിക്കെട്ടിനിടയിൽ നമ്മളൊരു കമ്പിത്തിരി, ഒരു മത്താപ്പ് കത്തിക്കുന്നത് മറന്നു പോകരുത്. പൂത്തിരി, നമ്മുടെ വീട്ടുമുറ്റത്ത് ഒരു പൂത്തിരി കത്തുന്നത് മറക്കരുത്. നമ്മൾ വലിയ ഫയർ വർക്ക്സ്, ആർട്ടിഫിഷ്യൽ ഫയർ വർക്ക്സ് ഇങ്ങനെ കാണും ചൈനീസ്. നമ്മുടെ വീട്ടുമുറ്റത്ത് കയ്യിലൊരു കമ്പിത്തിരി, ഒരു പൂത്തിരി, ഒരു മത്താപ്പ് കത്തുന്നത് അതിൻ്റെ സൗന്ദര്യത്തിൽ നിന്ന് കവിത ഉണ്ടാക്കാൻ പഠിക്കുക. താങ്ക് യു മച്ച്. ഞാൻ നിർത്തുകയാണ്. ഈ പിന്നൊരിക്കൽ വരാം.